വെള്ളിയാഴ്ചത്തെ നമ്മുടെ ആരാധനയുള്ള ബന്ധത്തിലാണല്ലോ നമ്മൾ പകൽക്കാലം കൂടിയിരിക്കുന്നത്. आज जुम्मे के दिन की आराधना के संबंधित हम लोग यहाँ पर एकत्रित हुए हैं। കഴിഞ്ഞ ദിവസം ഇല്ലാതിരുന്ന പലർക്കും കൂടെ ഒരുപക്ഷെ ഇതൊരു പൊതുവഴിവ് ദിവസമായതുകൊണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുമെന്ന് വിശ്വസിക്കുകയാണ്. विश्वास करता हूँ पिछले दिनों में जो नहीं आ पाए वो भी आज हमारे संग होंगे, क्योंकि छुट्टी का दिन। കർത്താവദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 4 ദിവസങ്ങള് നമ്മള് പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട ചില വിഷയങ്ങള് ഇതിനെ തുടർമാനമായി ചിന്തിച്ചു വരികയായിരുന്നല്ലോ. प्रभु के दास ने जैसे याद दिलाया, पिछले 4 दिन प्रार्थना से संबंधित उस विषयों को हम चर्चा कर रहे थे। അതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങളുടെ ഇന്ന് നമ്മുടെ സമയത്തിനകത്ത് പരമാവധി ചിന്തിക്കാവുന്നിടത്തോളം ഒരുമിച്ച് ധ്യാനിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. और उसी को आगे जारी करते हुए आज भी उसका भाग, विशेष भाग जो है, आज प्रभु पे आश्रय करता हूँ कि जो समय मिला है उसमें हम लोग बात करेंगे। കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇനി ആവർത്തിക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ദുഃഖമുണ്ട്. എങ്കിലും സ്വന്തം അടുത്ത ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. पिछले दिनों में जो कहा उसको दोहराने के लिए समय नहीं है, लेकिन अगली हमारे शेष भाग की ओर हम जल्दी से प्रस्थान करेंगे। 21-ാം അധ്യായത്തിന്റെ 34 മുതലുള്ള വാക്യ അവസാന ഭാഗത്ത് നിരീക്ഷണത്തോടു കൂടിയുള്ള പ്രാർത്ഥന നമുക്കുണ്ടായിരിക്കുന്നുള്ള ഭാഗമാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. आखिर में हम जिस भाग का मगन कर रहे थे, जो लूका का समाचार 21वें अध्याय के 34 से लेकर 36 तक जो हमारा अनुच्छेद है, उसमें हमारा जो भाग था प्रार्थना का विषय में, उसमें निरीक्षण करके जो प्रार्थना करने के बारे में हम लोग चर्चा कर रहे थे। പലപ്പോഴും അനേകരും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും വേണ്ടതുപോലെ പ്രാർത്ഥനയിലെ ദൈവഹിതം വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊരു സന്ദേഹമാണ്. कई प्रार्थना तो करते हैं, लेकिन परमेश्वर के उद्देश्य को समझकर अगर प्रार्थना करते हैं या नहीं, इस बारे में संदेह है, संशय है। ഒരു കാലത്ത് എന്റെ ജീവിതത്തിൽ എന്റേതായ അജ്ഞതയിൽ നിന്നുകൊണ്ട് പല കാര്യങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ വിഷയം കർത്താവ് വ്യക്തിപരമായി പഠിപ്പിച്ചതിന് ശേഷം പ്രാർത്ഥനയിൽ കൃപയാൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. एक जमाने में मैं भी अपने जीवन में उद्देश्य को न समझते हुए कई अन्य बातों के लिए प्रार्थना करता था, लेकिन इन दिनों में प्रभु ने इन बातों को समझाने के बाद परमेश्वर की इच्छा के अनुसार प्रार्थना करने के लिए प्रभु सहायता करता है। കൃപയാൽ അതിൻ്റെതായ ആത്മീയ വിടുതലുകളും നന്മകളും ദൈവം പലപ്പോഴും अनुसार परमेश्वर का जो एक चिंता है वो प्रभु देने के लिए, और छुटकारा प्रभु मुझे देता है, उसके प्रभु को धन्यवाद देता हूँ। അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സന്തോഷം തോന്നിയത് കൊണ്ടാണ് ഈ വിഷയം ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. इसलिए मेरे हृदय में इसमें एक आनंद हुआ है, इसलिए आप लोगों के साथ इस बारे में बात करना चाहता था। ആമേൻ. ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ തുടർച്ചയായിട്ട് അത് നമ്മൾ നിരീക്ഷിക്കുമ്പോൾ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ നിരീക്ഷിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുവാനിടയായിട്ട്. पिछले दिनों में जो हम पढ़ रहे थे उसी को आगे हम बढ़ाएंगे। हमने देखा कि प्रार्थना में 4 बातों को हमें निरीक्षण करना है। അതിൽ കൂടുതലായിട്ട് നിരീക്ഷിക്കാൻ ഉണ്ടായിരിക്കാം. ഏറ്റവും കുറഞ്ഞത് ഈ 4 വിഷയമെങ്കിലും നമ്മുടെ പ്രാർത്ഥനയിലെ നിരീക്ഷണത്തിൽ ഉണ്ടായിരിക്കണം. इससे ज्यादा बात हो सकता है निरीक्षण करने के लिए हो, लेकिन कम से कम इन 4 बातों को तो जरूर प्रार्थना में हमें निरीक्षण करना है। ഒന്നാമത് നമ്മുടെ പ്രാഗൽഭ്യത്തെ കുറിച്ചുള്ള നിരീക്ഷണം നമുക്കുണ്ടായിരിക്കുന്നത് കണ്ടു. प्रथम हमारी योग्यता के बारे में हमें निरीक्षण करना है। അടുത്തത് രണ്ടാമതായി നമ്മൾ കണ്ടത് ഈ ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവ് തന്റെ സഭയെ ചേർക്കുവാൻ കടന്നു വന്നാൽ എത്രമാത്രം നാം അതിനുള്ള പ്രാഗൽഭ്യമുള്ളവരായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള നിരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. और दूसरा, इन दिनों की परिस्थितियों को देखकर परमेश्वर का आगमन निकट है, और अगर परमेश्वर का आगमन निकट है तो हम उस आगमन में उठा लिए जाने के लिए कितनी तैयारी और हमारी योग्यता कैसी है, वो हमें निरीक्षण करना है। അതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആത്മീയ അപകടങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ആ ഭാഗങ്ങൾ തിരുത്തേണ്ടത് ആവശ്യമാണ്. और इसको ठोकर दे ऐसी कोई आत्मिक दुर्घटना हमारे जीवन में है या नहीं, इसका निरीक्षण करना पवित्र आत्मा ने हमें याद दिलाया। ഇന്നലെ രാത്രിയിൽ നമ്മൾ തുടർന്ന് പഠിക്കാൻ ഇടയായി തീർന്നത് നമുക്ക് നേരിടുന്നതായ വിവിധ കഷ്ടങ്ങളെ കുറിച്ചുള്ള ദൈവഹിതം അറിയണമെന്നുള്ളതാണ്. और कल रात का जो हमने सीखा, हमारी जो परीक्षा है ये परमेश्वर की इच्छा के अनुसार जो परीक्षा है उसको समझने का, निरीक्षण करने का विषय। നമുക്ക് നേരിടുന്ന കഷ്ടങ്ങളെ നിരീക്ഷിക്കുന്നതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇനിയും അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. और हमारे जो परमेश्वर का जो इच्छा के अनुसार जो दुख हम उठाते हैं उसी के संबंधित और कुछ बातों को सोचना आज हम इच्छा करते हैं। നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഏത് കാരണത്താലാണ് ദൈവം നമ്മൾക്ക് വരുവാനായിട്ട് അനുവദിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നാം ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് മനസ്സിലാക്കണം. परमेश्वर ने जो कष्ट हमारे जीवन में अनुमति दिया है वो हमारे जीवन में किस उद्देश्य से और क्यों आया है, इसको भी हमें निरीक्षण करना है।
ഒരു കാര്യം നാം മനസ്സിലാക്കണം, നമ്മൾ കർത്താവിന്റെ വചനത്തിൽ പറയുന്ന പ്രകാരം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ യാതൊരു കാര്യങ്ങളും സംഭവിക്കത്തില്ല. एक बात हमको समझना है कि हमारे जीवन में परमेश्वर के अनुमति के सिवाय कोई भी बात नहीं आता। ഒരിക്കൽ കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു, അവയിൽ ഒന്നെങ്കിലും താഴെ വീഴണമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയണം. परमेश्वर ने एक बार ऐसा कहा, तुम्हारे सर के बाल जो है वो भी अंकित है और उसमें से एक भी अगर गिरना है तो तुम्हारे स्वर्गीय पिता की अनुमति के सिवाय नहीं होता। നിസാരമായ നമ്മുടെ ഒരു തലയിലെ മുടി താഴെ വീഴണമെങ്കിൽ പോലും സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടും അറിഞ്ഞിട്ടുമേ വീഴുവുള്ളെങ്കിൽ അതിനേക്കാൾ ഗൗരവമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അത് ദൈവത്തിന്റെ അനുവാദം കൂടാതെയോ ദൈവത്തിന്റെ അറിവ് കൂടാതെയോ ഒരിക്കലും സംഭവിക്കുന്നു. बहुत या आम सा जो हमारा सर का बाल है वो गिरने के लिए भी अगर परमेश्वर की अनुमति चाहिए तो इससे भी गंभीर बातें जो हमारे जीवन में होता है, मैं समझता हूँ परमेश्वर की अनुमति और जानकारी के सिवाय हमारे जीवन में नहीं होता। ദൈവത്തിന്റെ അനുവാദം കൂടാതെ പിശാചിന് പോലും നമുക്കെതിരെ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. और परमेश्वर के अनुमति के बगैर शैतान भी हमारे जीवन में दखल नहीं दे सकता। എനിക്ക് പലപ്പോഴും സംശയം ഉണ്ടാകുന്നത് പല ദൈവമക്കളും എന്ന് പറയുന്നവരും ദൈവത്തെക്കാൾ കൂടുതൽ പിശാചിനെ ഭയപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. और कई बार मुझे ये शक होता है, जो लोग ये दावा करते हैं कि परमेश्वर के संतान है वो भी कई बार परमेश्वर से ज्यादा शैतान से डरते हैं। തിരുവചനം വ്യക്തമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിശാചിന് നമ്മളെക്കുറിച്ച് പല ദുരാഗ്രഹങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ അനുവാദം കൂടാതെ പിശാചിന് നമ്മളെ സ്പർശിക്കുവാൻ കഴിയത്തില്ല. परमेश्वर के वचन के अनुसार जब हम पढ़ाई करते हैं तो हम ये समझ पाएंगे शैतान को हमारे प्रति बहुत से गलत योजनाएं तो जरूर है, लेकिन परमेश्वर के अनुमति के सिवाय या उसकी अनुमति के बगैर वो हमें छू भी नहीं सकता। എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച അവിടുത്തെ പ്രിയ മക്കളുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടവരാണ് നമ്മൾ. क्योंकि हम परमेश्वर के यीशु मसीह से मोल लिए हुए परमेश्वर के संतान और उसके वारिस बनाए उस ओहदे पर हमें पहुंचाया है। അതുകൊണ്ട് ഏത് കാര്യം സംഭവിച്ചാലും നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. इसलिए कोई भी बात क्यों ना हो, हमें परमेश्वर की मुंह की ओर देखना है। പിശാചിനെ നമ്മൾ കണക്കിൽ കൂടുതലല്ല, പിശാചിനെ ഒരു കാരണവശാലും നമ്മൾ ഒരു കാര്യത്തിൽ ഉയർത്താൻ പാടില്ല. शैतान को किसी भी कारणवश हमें कोई भी महिमा या उसको ऊंचा नहीं करना है। പിശാചുണ്ട്, പിശാചിന്റെ പ്രവർത്തനങ്ങളുണ്ട്, പിശാച് പ്രവർത്തിക്കും. എന്നാൽ ദൈവം അനുവദിക്കാതെ ഒന്നും അവൻ പ്രവർത്തിക്കത്തില്ല എന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ. शैतान है, शैतान अपना काम करेगा, वो अपना कार्य जरूर करेगा, लेकिन फिर एक बार याद दिलाना चाहूंगा परमेश्वर की अनुमति के बगैर शैतान कुछ नहीं करता। ആകയാൽ ഒരു കാരണവശാലും അവനെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രം നോക്കും. इसलिए कभी भी शैतान के ऊपर ध्यान लगाने की कोई जरूरत नहीं है, केवल परमेश्वर की ओर, उसकी मुंह की ओर हमें ताकना है। അങ്ങനെയെങ്കിൽ കഷ്ടം ഏത് ഭാഗത്തുനിന്ന് കടന്നു വന്നാലും അതിനകത്തെ ദൈവ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. और अगर ऐसा है तो कष्ट दुख कहां से भी क्यों ना आए, उसमें परमेश्वर के उद्देश्य को हमें समझना है। ഈ കഷ്ടങ്ങളെ വിവരിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അതിന് രണ്ട് ഡിവിഷനായിട്ട് തിരിക്കുകയുണ്ടായി. ഒന്ന്, ദൈവഹിതപ്രകാരം നമുക്ക് കടന്നു വരുന്ന കഷ്ടം. രണ്ട്, ദൈവത്തിന് ഹിതമില്ല എങ്കിൽ ചില കഷ്ടങ്ങൾ നമുക്ക് വരുവാനായിട്ട് ദൈവം അനുവദിക്കുന്ന ചില കഷ്ടങ്ങൾ. तो हमने इसको दो में भागा, एक जो परमेश्वर की इच्छा के अनुसार जो हमारे जीवन में कष्ट आता है, और दूसरा परमेश्वर की इच्छा के विरोध में कोई कष्ट जो प्रभु हमारे जीवन में आने को अनुमति देता है। രണ്ടാമത് പറഞ്ഞ ഭാഗം നമുക്ക് ഈ സെക്ഷന്റെ ഒടുവിൽ നമുക്കത് ചിന്തിക്കാം. और दूसरा भाग जो मैंने कहा वो हमारे इस सेशन के इस भाग के आखिर में हम देखेंगे। അപ്പൊ ആദ്യം നമ്മൾ ചിന്തിച്ചതിന്റെ ബാക്കിയായിട്ട് ദൈവഹിതപ്രകാരമുള്ള കഷ്ടങ്ങൾ ബാക്കിയായിട്ടുള്ള ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. तो पहले हम लोग जैसे प्रथम में बताया परमेश्वर की इच्छा के अनुसार जो दुख हमारे जीवन में आते हैं उस बारे में कल हमने पढ़ा था, उसके आगे हम आज जारी करेंगे। ഒരാഴ്ചത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ഉള്ള ഒരു ധ്യാനമല്ല, നമ്മുടെ ഈ ആയുസ് മുഴുവൻ ഹൃദയത്തിൽ അതെ നമ്മൾ കൊണ്ടു നടക്കേണ്ട ചില ചിന്തകളാണ് നമ്മളിവിടെ ധ്യാനിക്കുന്നത്. एक दिन के लिए, एक सप्ताह के लिए, एक माह या एक साल के लिए नहीं, लेकिन जीवन भर जो हमारे हृदय में मगन करना है, जो रखना है, ऐसे भागों को हम मगन कर रहे हैं। ആകയാൽ ഈ വിഷയത്തെക്കുറിച്ച് ഏതെങ്കിലും നിലയിൽ ഒരു അജ്ഞത നമ്മളെ ഭരിക്കുന്നുണ്ടെന്ന് വരികിൽ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ വളരെ ശക്തമായി നമ്മുടെ ഹൃദയത്തിൽ വെച്ചുകൊള്ളണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർമ്മിക്കുന്നു. इसीलिए इस विषयों को लेकर अगर कोई भी अनजान है, अज्ञात है, तो प्रभु के प्रेम में याद दिलाना चाहूंगा, ये जो बातें हम सुन रहे हैं इसको आपके हृदय में आप उसको संभाले रखना।
പലപ്പോഴും നമുക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള പ്രതികൂലങ്ങളോ കഷ്ടങ്ങളോ നേരിട്ടാൽ അനേകരും ചെയ്യുന്ന കാര്യം, ഒരു കാലത്ത് ഞാനും ചെയ്തിരുന്ന ഒരു വിഷയം, കർത്താവെ എന്നെ ആ വിഷയത്തിന് വിടുവിക്കണമേ, സഹായിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ എനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ വരുമ്പോൾ ദീർഘദിവസങ്ങളിലേക്ക് ചിലപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാനും തയ്യാറാകും. ആ പ്രാർത്ഥനയിലെ ഒരു വിഷയം എന്ന് പറയുന്നത്, കർത്താവെ ഇപ്പോൾ എനിക്ക് നേരിട്ട് ചെയ്യുന്ന പ്രയാസത്തിൽ നിന്നെ വിടുവിക്കണമേ എന്ന് മാത്രമാണ്. कई मर्तबा हम लोग जो करते हैं, और कुछ समय पहले तक जो मैं भी करता था, जब कोई दुख या कष्ट हमारे जीवन में आता है तो प्रथमतः हम जो प्रार्थना करते हैं कि परमेश्वर हमें इस दुख से छुड़ाना, हमारी इस संतति से हमें बचा देना। तो इसका प्रधान यही विषय होता है कि जो समस्याओं का हम लोग सामना करते हैं, वो समस्या से एक निवारण हम चाहते हैं, और अगर वो निवारण नहीं मिलता तो कुछ दीर्घ समय तक हम प्रार्थना करते हैं, और कभी उपवास लेकर भी उस विषय के लिए हम प्रार्थना करते हैं, और उसका उद्देश्य इतना ही है कि हमें उस संकट से परमेश्वर बचा दिया जाए। മറുപടി കിട്ടാതെ വന്നു കഴിഞ്ഞാൽ മനസ്സിനകത്ത് ഒരു മുഷ്ടിലുണ്ടാകുകയും വേണ്ടി വന്നാൽ ദൈവത്തോട് കുറുകുറുക്കുന്ന അനുഭവം വരെ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട് പലരുടെയും കാര്യത്തിൽ. और उत्तर ना मिलने से हमें उस विषय को लेकर हमारे अंदर हम लोग उब जाते हैं, और कई मर्तबा परमेश्वर को भी दोष लगा देते हैं। അങ്ങനെയുള്ള അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാനും ഒഴിവാക്കുവാനും കൂടെയാണ് ഈ വിഷയം നമ്മൾ പഠിക്കുന്നത്. और ऐसा अनर्थ हमारे जीवन में ना हो और इसमें से हम बच जाए, ये भी एक कारण है कि हम ये सीख रहे हैं। ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് വചനത്തിൽ നിന്ന് 2 വേദഭാഗങ്ങൾ വായിക്കാം. और इससे संबंधित वचन से 2 भाग को हम पढ़ेंगे। ആദ്യം സങ്കീർത്തനം 28:5, Psalms 28 verse 5. वचन संहिता 28 उसका 5। യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ പിറകെല്ലാം ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഉണ്ടെന്നാണ് അവിടെ കാണുന്നത്. वहां पर ये लिखा है कि जो भी हमारे जीवन में होता है उसमें परमेश्वर की अनुमति होता है। ആ പ്രവൃത്തി എന്തുകൊണ്ടെന്ന് നാം പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ദൈവസന്നിധിയിലിരുന്നുകൊണ്ട് വിവേചിച്ച് അതിന്റെ കാരണം തിരിച്ചറിയണമെന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. और उसका उद्देश्य इतना ही है कि जो भी संकट हमारे ऊपर आ गुजरा है वो परमेश्वर की इच्छा के अनुसार हुआ है, तो वो क्यों हुआ है और उसका उद्देश्य क्या है, इस बात को परमेश्वर की उपस्थिति में बैठकर हमको निरीक्षण करना है। ആ ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ വിവേചിച്ച് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് കാര്യങ്ങളോട് പ്രതികരിക്കാൻ നമുക്ക് കഴിയും. और उस परमेश्वर के उद्देश्य को अगर एक बार हम समझ ले तो परमेश्वर की इच्छा के अनुसार उस विषय का प्रतिकरण कर कर उसका हम लोग काम कर सकते हैं। അങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു കെട്ടുപണി നടക്കുവാനിടയായിത്തീരും. और ऐसे हमारे आत्मिक जीवन में एक निर्माण होगा। അങ്ങനെ ഒരു വിവേചനം നമ്മൾ നടത്താതെ കൊണ്ട് കേവലം ഒരു ചാറ്റിംഗ് പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, പ്രാർത്ഥിക്കുക മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ, വിടുവിക്കണമേ വിടുവിക്കണമേ എന്നുള്ള ആ ശബ്ദത്തിൽ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ദൈവം നമ്മളെ പണിയത്തില്ല, നമ്മുടെ ആത്മീയ ജീവിതം ഇടിച്ചു പോകാനിടയാകും. और ऐसा ना करते हुए अगर हमारी प्रार्थना में केवल एक जब की तरह मुझे छुड़ाओ मुझे छुड़ाओ मुझे छुड़ाओ, अगर यही विषय उभर कर आता है तो परमेश्वर हमारे जीवन में निर्माण और काम नहीं करेगा, और हमारा आत्मिक घर जो है वो ढह जाएगा। അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയും അവർ വിവേചിക്കായിക്കൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയുന്നു. और इसीलिए इस भजन संहिता 28 के 5 में ऐसा लिखा है, वे यहोवा के कामों पर और उसके हाथ के कामों पर ध्यान नहीं करते, इसलिए वह उन्हें पछाड़ेगा और फिर न उठाएगा। അത് നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അവർ യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയും വിവേചിച്ചാൽ അവൻ അവരെ ഇടിച്ചു കളയാതെ പണിയും. और उसका मैं ऐसा बताना चाहूंगा, अगर वो परमेश्वर के कामों को और उसके वचनों को अगर समझ जाते हैं, पहचानते हैं, तो वो उन्हें बनाएगा, निर्माण करेगा। അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും എന്തുകൊണ്ടെന്ന് വിവേചിക്കുന്ന, അതിനെ നിരീക്ഷിച്ച് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്ന ഒരു നിർബന്ധമായ ഒരു വിവേചനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. तो हमारे जीवन में कोई भी संकट या दुख की परिस्थिति क्यों हो, ये हमारे जीवन में क्यों है, परमेश्वर का उद्देश्य क्या है, इस बात को समझने के लिए अनिवार्य रूप से हमारे जीवन में हमको कार्य करना है। ഒരിക്കലും ഭക്തനായ കർത്താവിന്റെ ദാസൻ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവമക്കളായ നാം നടന്നു പോകുമ്പോൾ നമ്മുടെ
കാല് സപ്പോസ് കല്ലിന്മേൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ പോലും നമ്മൾ അവിടെ നിന്നുകൊണ്ട് കർത്താവെ ഇപ്പോൾ ഈ കാലിന്റെ കല്ലിന്മേൽ എന്റെ കാല് ഈ കല്ലിന്മേൽ തട്ടുവാൻ ഇടയായത് എന്തെന്ന് നാം ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നവരായിരിക്കും. एक बार परमेश्वर का एक भक्त प्रभु के दास ने ऐसा कहा, हम लोग राह में जब चलते हो तो मान लो कि हमारा पाँव अगर पत्थर से ठोकर खाता है तो उस क्षण वहां पर खड़े होकर परमेश्वर को पूछना है और जानने की कोशिश करना कि इस समय ये पत्थर मेरे पाँव के साथ ठोकर क्यों मारा है. നാം ദൈവമക്കളായതുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. और हम परमेश्वर के लोग हैं इसलिए ऐसा सोचते हैं. കാരണം 91 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിന്റെ കാൽ കല്ലിന്മേൽ തട്ടിപ്പോകാതിരിക്കാൻ ഞാൻ ദൂതന്മാരോട് കൽപ്പിക്കുന്നു. क्योंकि भजन संहिता 91 में परमेश्वर कहता है कि ताकि तेरा पाँव पत्थर पर ठोकर ना मारे मैंने स्वर्गदूत को आज्ञा दिया है. അപ്പൊ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളോട് സംസാരിക്കും, മോനെ അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? और कई बार जब हम ऐसा परमेश्वर से पूछे तो परमेश्वर हमें उत्तर देगा कि बेटा तूने उसके पहले आयत को पढ़ा क्या, उसमें क्या लिखा है. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനെ സർവശക്തൻ തന്റെ നിഴൽ കീഴിൽ പാർപ്പിക്കുമെന്നാണ് എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. वहां पर ऐसा लिखा है कि जो परम प्रधान की छाए हुए स्थान में बैठा है और सर्वशक्तिमान की छाए ठिकाने में पाएगा, उसके लिए यह है, सबके बारे में नहीं कहता. അപ്പൊ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആ 91 സങ്കീർത്തനം 1-ാം വാക്യം നമുക്ക് ഈ നാടുകളിൽ വളരെ ആവശ്യമുള്ള ഒരു വാക്യമാണ്. ये 91 भजन संहिता जो है हमारे इस समय में बहुत ही जरूरी एक वचन है. എപ്പോഴും ആവശ്യമുള്ളതാണ്, പ്രത്യേകാൽ ഇപ്പോൾ വളരെ ആവശ്യമുള്ള സമയമാണ്. हमेशा इसका जरूरत है, खासकर अब की समय में वर्तमान स्थिति में ये बहुत ज्यादा अनिवार्य है. ദൈവങ്ങളായ നമ്മുടെ കയ്യിലെല്ലാം ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടല്ലോ, പലരും അതാണല്ലോ ഉപയോഗിക്കുന്നത്. കിങ് ജെയിംസ് വേർഷനിൽ നിന്ന് 1-ാം വാക്യം പഠിച്ചാൽ കുറെ കൂടെ നല്ലതാണ്. हम लोग के सभी के पास अंग्रेजी बाइबल है और किंग जेम्स वर्जन होगा तो और भी बेहतर है, उसमें बहुत अच्छा, उसमें से सीखेंगे तो अच्छा अनुवाद मिलेगा. ഷാർജയിലുള്ള ദൈവമക്കളെ തിരുവചനത്തിൽ വളരെ സന്തോഷിക്കുന്നവരും വചനം പഠിക്കാൻ ആഗ്രഹമുള്ളവരും ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് സംസാരിക്കുന്നത്. शारजा के लोग जो है, कलीसिया के लोग वचन पढ़ने के लिए बहुत ही उत्साही है, इसलिए इतना विस्तार से कह रहा हूँ. നമ്മുടെ മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്ന യഹോവയെ കുറിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. अंग्रेजी में मलयालम में जो लिखा है कि परम प्रधान की छाए में और सर्वशक्तिमान की छाए में जो ठिकाना पाएगा, ऐसा लिखा है. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ കിങ് ജെയിംസ് വായിക്കുമ്പോൾ അതിൽ അല്പം വ്യത്യാസമുണ്ട്. He that dwelleth in the secret place of the Most High shall abide under the shadow of the Almighty. लेकिन अंग्रेजी में जो लिखा है उसका अनुवाद थोड़ा अलग है. वो जो सर्वशक्तिमान के छाया में है वो परम प्रधान के स्थान पर उसके छाया में ठिकाना पाएगा. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനെ ദൈവം തന്റെ ചിറകിൻ കീഴിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവനെ ദൈവം തന്റെ ചിറകിൻ കീഴിൽ പാർപ്പിക്കുമെന്നാണ്. उसका मतलब जो परम प्रधान के छाया में है उससे वो सर्वशक्तिमान अपनी सुरक्षा में रखेगा. ചിറകിന്റെ കീഴിന് ഒരു പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി വിട്ടു മാറി നിന്നാൽ ചിറകിന്റെ കീഴിലെ സൗകര്യം നമുക്ക് ലഭിക്കത്തില്ല. उस पंखों के नीचे जब कोई बैठता है तो उसकी एक सीमा है और वो सीमा है जहां पंख खत्म होता है. उस पंख के बाहर आप है, उस सीमा के बाहर आप है तो वो सुरक्षा नहीं दे सकता. ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് 2 ചിറകുണ്ടെന്നുള്ളതല്ലോ. അതൊരു അലങ്കാര ഭാഷയിൽ അവിടെ പറയുകയാണ്, ദൈവം തമ്പുരാന്റെ ആ സംരക്ഷണയ്ക്കകത്ത് ഇരിക്കണമെന്ന് വരികിൽ നാം ദൈവവചനത്തിന്റെ ബൗണ്ടറിയിൽ നിന്ന് വെളിയിൽ പോകാൻ പാടില്ല. तो यहाँ पर जो लिखा है हम परमेश्वर को 2 पंख है ऐसा तो हम सोच नहीं सकते, लेकिन ये वहां पर केवल एक अलंकृत भाषा में लिखा गया है कि परमेश्वर की उपस्थिति के बाहर हमको नहीं जाना है. വിഷയം വിട്ടു പോവുകയല്ല, 2 വാക്കുകൂടെ ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞോട്ടെ. विषय से भटक नहीं रहा, 2 बात उसमें से कहना चाहूंगा. ഉദാഹരണത്തിന് നമുക്ക് ഇസ്രായേലിലെ മരുഭൂ പ്രയാണത്തിന്റെ ചരിത്രം അറിയാവുന്നവരാണ്. उदाहरण के लिए इसराइल के लोगों के जंगल के सफर के बारे में हम जानते हैं. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം പറയുന്നിടത്ത് അവർ ക്യാമ്പ് ചെയ്യണമെന്നാണ് അവർക്ക് ദൈവം ആലോചന കൊടുത്തിരിക്കുന്നത്. परमेश्वर की वचन के अनुसार परमेश्वर उनको जहां आज्ञा दे वहां पर उनको छावनी रखना है. ദൈവം പറയുന്ന ഇടത്ത് തന്നെ ആയിരിക്കണം അവർ ക്യാമ്പ് ചെയ്യുവാനായിട്ട്. और जहां परमेश्वर कहेगा वहीं पर उनको अपना छावनी को रखना था. ആ ക്യാമ്പ് ചെയ്യുമ്പോൾ നടുവിൽ യഹോവയുടെ പെട്ടകം, ദൈവത്തിന്റെ സാന്നിധ്യം അരുളുന്ന പെട്ടകം വയ്ക്കണമെന്നാണ്. और उसका नियम ऐसा था, जहां पर परमेश्वर उनको छावनी रखने को बोले उसके बीच में परमेश्वर की संदूक को रखना था.
അപ്പൊ ആ പെട്ടകത്തിന് ചുറ്റും 4 സൈഡിലായിട്ട് 4 സൈഡിൽ ഏറ്റവും ഉള്ളിലെ ലെയറിൽ ആരൊക്കെ ക്യാമ്പ് ചെയ്യണമെന്ന് അവിടെ പറയുന്നുണ്ട്. और उसमें जब वहां पर वो अपनी शिविर या अपना जब पंच रखेंगे तो उसके चारों ओर में कौन रहना है, इस विषय में भी उनको बताया गया था. അതിന്റെ 4 ദിക്കിലും 3 ഗോത്രങ്ങൾ വീതം അതെ അവര് ക്യാമ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. और उसके बाहर उनके 4 गोत्र के लोग 4 दिशा में वहां पर उनको शिविर बनाना है. അപ്പൊ ആ 3 ഗോത്രങ്ങൾ വെച്ച് 4 സൈഡിലായിട്ട് 12 ഗോത്രങ്ങൾ ആ പറയുന്ന ഗോത്രങ്ങൾ പറയുന്ന ദിക്കിൽ അതെ ക്യാമ്പ് ചെയ്യണമെന്നാണ്. और वो 4 गोत्र के चारों ओर उस 4 दिशाओं में बाकी का जो 12 गोत्र है वो जिस दिशा में कहा गया है केवल उसी दिशा में उनको अपना शिविर या अपनी छावनी को रखना था. കിഴക്ക് ക്യാമ്പ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഗോത്രങ്ങൾ പടിഞ്ഞാറ് ക്യാമ്പ് ചെയ്യാൻ പറ്റത്തില്ല. और जिसको पूर्व में करने को बोला है वो जाकर वो पश्चिम में अपना बसेरा नहीं कर सकता. ഓരോ ഗോത്രങ്ങൾക്കും പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കണം ക്യാമ്പിങ്. हर एक गोत्र को अपने जहां पे स्थान बोला है उसी दिशा में वहां पर उनको अपनी छावनी को रखना था. അങ്ങനെ ക്യാമ്പ് ചെയ്യാമെന്ന് വരികിൽ അതെ ആ ക്യാമ്പിന്റെ ബൗണ്ടറിക്കകത്താണ് ദൈവം എല്ലാ ദിവസവും പ്രഭാതത്തിൽ മന്ന ഒഴിക്കുന്നത്. और ऐसे अगर वो छावनी करते तो वो जो छावनी उनका है उसकी सीमा के अंदर स्वर्ग से मन्ना परमेश्वर देता था. ആ ഭാഗത്തൂടെ മാത്രം ഈ ക്യാമ്പിന്റെ ഏരിയയിൽ മാത്രമാണ് പിളർക്കപ്പെട്ട പാറയിലെ വെള്ളം ഒഴുകുന്നത്. और केवल वो छावनी की जो सीमा है उसी रेखा के अंदर वो चट्टान से पानी भी बहता था. ഈ ക്യാമ്പിങ്ങിന്റെ നേരെ മുകളിൽ മാത്രമാണ് അതെ സൂര്യപ്രകാശത്തിന്റെ ആധിക്യം ഏൽക്കാതെ വണ്ണം അവർക്ക് മേഘസ്തംഭം ഉണ്ടാകുന്നത്. और ये छावनी जो है केवल उसके ऊपर सूरज का आघात उनका ना हो इसलिए परमेश्वर का बादल वहां पर उनके लिए होता था. അതുപോലെ തന്നെ രാത്രിയിൽ അഗ്നിസ്തംഭത്തിന്റെ വെളിച്ചം അത് കിട്ടുന്നതും ഈ ക്യാമ്പിങ്ങിന്റെ ഏരിയയിൽ താമസിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. और रात को अगर उस अग्नि का जो स्तंभ है उसका उजाला मिलना है तो केवल वो कैंप की जो बाउंड्री है उसके अंदर जो है उसी को मिलता था. ഈ ഏതെങ്കിലും ഒരു കുടുംബം അതെ ഈ ബൗണ്ടറിയിൽ നിന്ന് മാറി തന്റെ സൗകര്യപ്രകാരം മറ്റൊരു ഏരിയയിലേക്ക് മാറി അവന്റെ കൂടാരം അടിച്ചാൽ ആ ആളിന് അവിടെ കൂടാരം അടിച്ച് പാർക്കാൻ കഴിയും. പക്ഷെ ക്യാമ്പിനകത്ത് ലഭിക്കുന്ന കാര്യങ്ങളൊന്നും ഈ വ്യക്തിക്ക് കിട്ടത്തില്ല. और अगर मान लो कोई भी एक परिवार या एक व्यक्ति ये छावनी को छोड़कर अलग दिशा में जाकर अपनी छावनी को रखता है, तंबू मारता है, वो अपनी तंबू तो वहां गाड़ सकता है लेकिन ये छावनी के अंदर की कोई भी सुविधा उसको छावनी के बाहर नहीं मिलता. ഈ നാടുകളിൽ ദൈവങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവം പറയുന്ന ദൈവത്തിന്റെ പരിധിക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ ദൈവം തരാമെന്ന് പറഞ്ഞിരിക്കുന്ന സകല സംരക്ഷണങ്ങളും നമുക്ക് ലഭിക്കുവാനിടയായിത്തീരും. इन दिनों में परमेश्वर के लोगों को ये समझना है परमेश्वर ने दिया हुआ वचन के अंदर अगर उस सीमा के अंदर हम हैं तो प्रभु ने दिया हुआ प्रतिज्ञा जो भी है वो तमाम प्रतिज्ञाएं हमारे लिए है. ഒരുപക്ഷെ ദൈവം പറഞ്ഞതിനകത്ത് നിന്നിട്ടും ചില സമയത്ത് പ്രതികൂലങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിനകത്തും ദൈവത്തിന്റെ പ്രത്യേക ഉദ്ദേശം കണ്ടെന്ന് വന്നേക്കാം. और अगर हो सकता है उसके बीच में अगर कोई बात हो तो परमेश्वर जो है उसकी उद्देश्य उसमें भी हो सकता है. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവഹിതപ്രകാരമുള്ള കഷ്ടവും ദൈവഹിതത്തിന് വിരോധമായി വരുന്ന കഷ്ടവും തരംതിരിച്ച് പഠിക്കുന്നത്. और इसीलिए हम परमेश्वर की इच्छा के अनुसार और परमेश्वर की इच्छा के विरोध में आने वाली बातों को हम बात करते हैं. ഒരു വേദഭാഗം വായിപ്പിച്ചോട്ടെ. സങ്കീർത്തനം 57:1 ഒന്ന് വായിക്കാമോ? भजन संहिता 57:9. ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപയുണ്ടാകണമേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൽ ശരണം പ്രാപിക്കുന്നു. हे परमेश्वर मुझ पर अनुग्रह कर क्योंकि मैं तेरा शरणागत हूँ और जब तक ये आपत्तियां निकल न जाए तब तक मैं तेरे पंखों के तले शरण लिए रहूंगा. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു എന്നാണ്. तो जब तक ये आपत्ति निकल न जाए तब तक मैं तेरे पंखों तले शरण लूंगा. ഇന്ന് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും ഇത് ആപത്തുകളുടെ കാലമാണ്. आज कहीं भी हम लोग घूम लो तो बहुत ही आफत और दुर्घटना की अवस्था है. ഇതിനെ ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. और इससे हमें डरने की बात नहीं. ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ദൈവത്തിന്റെ പരിധിക്കകത്ത് എന്ന് പറഞ്ഞാൽ ഈ ആപത്തുകളുടെ കാലത്ത് ദൈവത്തിന്റെ വചനത്തിനകത്ത് മാത്രം നിൽക്കുവാൻ നമ്മൾ ഉത്സാഹിക്കുക.
तो इस विपत्ति के समय हम केवल परमेश्वर के वचन के सीमा में रहने की कोशिश करें। വീണ്ടും അങ്ങനെ നമ്മൾ ഈ ബൗണ്ടറിക്കകത്ത് പാർത്തിട്ടും നമുക്ക് എന്തെങ്കിലും പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ അതും നമ്മൾ വിവേചിക്കേണ്ടത് ആവശ്യമാണ്. और अगर इस सीमा के अंदर रहने के बावजूद अगर कोई आपत्ति हमारे जीवन में होता है तो हमें परमेश्वर के लिए जो है हमें उसका निरीक्षण करना है, क्यों और इसका उद्देश्य क्या है। യോബിന്റെ പുസ്തകം 34-ാം അധ്യായത്തിന്റെ 32-ാം വാക്യം നമുക്ക് നോക്കാം. आयुब 34 उसका 32 को हम देखेंगे. 34-ന്റെ 32 വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, ഞാൻ കാണാത്തത് എന്നെ പഠിപ്പിക്കണമേ, ഞാൻ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യുകയില്ല എന്ന് ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടോ? उसका 32 में ऐसा लिखा है, जो कुछ मुझ में नहीं सूझ पड़ता वो तू मुझे सिखा दे, और यदि मैंने टेढ़ा काम किया है तो भविष्य में वैसा ना करूंगा. എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നേരിടുകയാണെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഇതെന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല, എനിക്ക് മറഞ്ഞു കിടക്കുന്ന കാര്യം ദൈവമേ നീ എനിക്ക് മനസ്സിലാക്കി തരണമേ. इसका मतलब इतना ही है, अगर ऐसी कोई बात है तो परमेश्वर से बात करना, मेरी जो ये समस्या है, जो दुख की अवस्था है, कितना सोचने के बावजूद भी मैं समझ नहीं पा रहा, लेकिन ऐसा कोई भेद की अवस्था है तो रहस्य बात है तो परमेश्वर तू मुझे समझा दे. ആകയാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാരം നമ്മൾക്ക് ഏത് പ്രതിസന്ധികൾ നേരിട്ടാലും നമ്മൾ അതിനെ വിവേചിച്ച് മനസ്സിലാക്കണമെന്നും അർത്ഥം. इसका मतलब जैसे हम सीख रहे हैं, कोई भी प्रकार की विपत्ति हमारे जीवन में अगर आ जाए तो हमें उसको पहचानना है कि वो क्यों हमारे जीवन में है, इसका निरीक्षण करना है. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ബൗണ്ടറിക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തുകൊണ്ടെന്നുള്ളതാണ്. अभी जो हम सीख रहे हैं परमेश्वर की सीमा के अंदर, उसके बावजूद भी हम जो विपत्तियों का सामना करते हैं. അതിലൊന്നാമത് നമ്മൾ കണ്ടു, അത് ഒന്നുകിൽ അത് വിശ്വാസത്തിന്റെ പരിശോധനയാകാം. और उसमें से एक जो है हमारा विश्वास के परखे जाना हो सकता है, जो हमने पहले सोचा. അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ കണ്ടു, അത് നമ്മളെ പരീക്ഷിക്കുന്ന പരീക്ഷയായിരിക്കാം. नहीं तो हो सकता है हमारे परखे जाने के लिए परीक्षा हो. മൂന്നാമത് നമ്മൾ കണ്ടു, അതുമല്ലെന്ന് വരികിൽ ചിലപ്പോൾ ക്രൂശിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കാം. और अगर वो भी नहीं हो तो तीसरा हमने सोचा, हो सकता है क्योंकि हम सलीब के मार्ग में हो इसलिए वो हमारे जीवन में है. അല്ലെങ്കിൽ അടുത്തതായിട്ട് നമ്മൾ കണ്ടു, അതുമല്ലെന്ന് വരികിൽ ചിലപ്പോൾ അതെ ദൈവം നമുക്ക് ദൈവികമായ ചില പുത്തൻ വെളിപ്പാടുകളും പ്രകാശനങ്ങളും നൽകുവാൻ വേണ്ടി നമ്മളെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ കടത്തിവിടുന്നതായിരിക്കാം. और ये भी नहीं है तो हमने फिर तो चौथा सोचा कि परमेश्वर हमें इस मार्ग से इसलिए ले चलता है ताकि हमें नया प्रकाशन और कोई नई बातों को हमें सिखा दे. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ 4 കാര്യങ്ങളെ കുറിച്ച് വിശദീകരിച്ച് പഠിച്ചത് മനസ്സിലിരിക്കണം. पिछले दिनों में कल रात को जो हमने इन 4 विषय के बारे में विस्तार से पढ़ा वो आपके मन में रहना है. ഇനി നമ്മൾ രണ്ട് കാര്യങ്ങൾ കൂടി അതിനോട് ബന്ധപ്പെട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. और इसी से संबंधित और 2 बातें सोचना चाहेंगे. ആ 2 കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിച്ചതിന് ശേഷം അത് ഈ നിരീക്ഷണത്തിലെ 4-ാമത്തെ കാര്യം നമുക്ക് പെട്ടെന്ന് പഠിക്കാം. और ये दोनों बातों को सीखने बाद निरीक्षण की चौथा जो शीर्षक है उसके ऊपर वो जल्दी सीख लेंगे. അപ്പോൾ ഈ ഭാഗം പൂർത്തീകരിക്കപ്പെടും. അതിനുശേഷം നമുക്ക് ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയതിനു ശേഷം നമ്മുടെ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് അറിയേണ്ട അടുത്ത ഭാഗം നമുക്ക് ആരംഭിക്കാം. और तब ये भाग समाप्त होगा, तब हम सब गीत गा के प्रभु की स्तुति करेंगे और उसके बाद ये निरीक्षण के प्रति जो अगला भाग है उस भाग की ओर हम आएंगे. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് 5-ാമത്തെ കാര്യം, ചിലപ്പോൾ ഇത് 4-മല്ലെന്ന് വരികിൽ നമുക്ക് നേരിടുന്ന തിരിഹിത പ്രകാരമുള്ള കഷ്ടത്തിലെ 5-ാമത്തെ കാരണം, നമുക്ക് നേരിടുന്ന കഷ്ടങ്ങളിലൂടെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും ശുശ്രൂഷിക്കുവാനും മറ്റുള്ളവരെ ബുദ്ധി ഉപദേശിക്കുവാനുമായിട്ടും ചിലപ്പോൾ നമുക്ക് ഈ കഷ്ടങ്ങൾ തന്ന് ദൈവം നമ്മളെ അനുഭവത്തിലൂടെ കടത്തിവിടുന്നതായിരിക്കും. अब हमारे जीवन में जो कष्ट आया है, अगर ये पहले जो 4 बातें कहा वो वजह नहीं है तो ये 5वां वजह ये हो सकता है, हमारे उस कष्ट के द्वारा जो अन्य समांतर कष्ट अनुभव करने वाले लोग हैं उनको हमारे जीवन से एक नमूना पाने के लिए और हम उनको आश्वासन प्रदान करने के लिए ये कष्ट हमारे जीवन में है. നാം മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പ്രയോജനമുള്ളവരും ഒരു അനുഗ്രഹമായിരിക്കണം എന്ന് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. हम केवल हमारे लिए नहीं लेकिन दूसरों के लिए एक आशीष का कारण बनना है, ऐसा प्रभु इच्छा करता है. ആ നിലയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ തങ്ങളുടെ ശുശ്രൂഷകളാൽ പ്രയോജനപ്പെടുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു.
और उस संबंधित में दूसरों के लिए सेवकाई करने वाले और दूसरों के लिए उपयुक्त और आशीष बनने वाले लोगों के लिए मैं प्रभु का धन्यवाद करता हूँ। നമ്മുടെ മുമ്പിൽ കാണുന്ന കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ചില പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുവാൻ നമ്മളെ ചിലപ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ആദ്യം നമുക്ക് വന്നിട്ട് അതിലൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ആശ്വാസം പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മളെ അനുവദിച്ചെന്ന് വന്നേക്കാം. तो कभी ये ऐसा हो सकता है हमारे सामने कोई भी व्यक्ति अगर कष्ट का अनुभव कर रहा है, उस व्यक्ति को सांत्वना देने के लिए, आश्वासन देने के लिए उससे पहले वही कष्ट हमारे जीवन में आकर प्रभु में भरोसा शरण लेते हुए हम जब उसके ऊपर जय पाते हैं, उस रीति से हम दूसरों के लिए नमूना ठहरेंगे और जो समांतर कष्ट का अनुभव करते हैं उन्हें सांत्वना दे पाएंगे। 2 कोरिन्थी 1 अध्यायത്തിന്റെ 4 मुതൽ 6 വരെ ഒന്ന് വായിക്കാമോ? दूसरी कोरिन्थी 1 4 से लेके 6 तक। 2 कोरिन्थी chapter 1 verse 4 to 6। वह हमारे सब क्लेशों में शांति देता ताकि हम उस शांति के कारण जो परमेश्वर हमें देता है उन्हें भी शांति दे सके जो किसी प्रकार के क्लेश में हो, क्योंकि जैसे मसीह में दुख हमको अधिक होता है वैसे ही हमारी शांति भी मसीह के द्वारा अधिक होती है। यदि हम क्लेश पाते हैं तो वह तुम्हारी शांति और उद्धार के लिए है, और यदि शांति पाते हैं तो यह तुम्हारी शांति के लिए है, जिसके प्रभाव से तुम धीरज के साथ उन क्लेशों को सह लेते हो जिन्हें हम भी सहते हैं। ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിനെ ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നുവെങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിൽ നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഭാഗം ദൈവമക്കള് മനസ്സിരുത്തി വളരെ ശാന്തമായിട്ട് ധ്യാനിച്ച് പഠിക്കണം. പഠിക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന കഷ്ടങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിച്ച് ആശ്വാസം കൊണ്ടിട്ട് അതേ കഷ്ടങ്ങൾ കൂടെ കടന്നു പോകുന്നവരെ നാളെ കണ്ടാൽ നമ്മുടെ അനുഭവത്തിൽ നിന്ന് ആലോചനകൾ പറഞ്ഞു കൊടുത്ത് അവരുടെ കഷ്ടങ്ങളിൽ നമുക്ക് അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയും. तो यहाँ पर जो हमने पढ़ा, इन बातों को मैं अनुरोध करता हूँ समय लेकर आप लोग इन आयतों को पढ़ना, इन परिच्छेद को उसको मगन करना, ध्यान करना। इससे हम ये समझ पाते हैं हमारे जीवन में जब क्लेश, कष्ट या ऐसी पीड़ा, विपत्ति आता है तो हम जो बात उसमें से सीखते हैं उसके द्वारा हम दूसरों के लिए जो समांतर कष्ट का अनुभव करते हैं हम उन्हें सांत्वना दे पाएंगे, धीरज दे पाएंगे और हमारे अनुभवों के द्वारा हम उनको प्रोत्साहित और बलवंत कर पाएंगे। കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പഠിക്കുമ്പോഴും സമാനമായ അനുഭവം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. हमारे यीशु मसीह की सेवा के बारे में भी जब हम सीखते हैं ऐसे समांतर अनुभवों को हम देख सकते हैं। ആമേൻ. എബ്രായ ലേഖനം 2 അധ്യായത്തിന്റെ 10 മുതൽ അതിന്റെ 15 വരെയുള്ള വാക്യങ്ങൾ അവിടെ വായിക്കേണ്ടതാണ്. इब्रानियों की पत्री 2 उसका 10 से लेके आयतों को हमें पढ़ना है। ആമേൻ. അതിന്റെ 10ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണും, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അതിനുശേഷം പിന്നീട് നമ്മൾ വായിക്കുന്നു അതിന്റെ 14ാം വാക്യത്തിൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെ വിടുവിച്ചു എന്ന് അവിടെ വായിക്കും. तो यहाँ पर इब्रानियों की पत्री 2 अध्याय उसका पहला 10वां आयत में ऐसा लिखा है, क्योंकि जिसके लिए सब कुछ है और जिसके द्वारा सब कुछ है उसे यही अच्छा लगा कि जब वह बहुत से पुत्रों को महिमा में पहुंचाएगा तो उनके उद्धार के कर्ता को दुख उठाने के द्वारा सिद्ध करे। आगे 14वें आयत में उसी अध्याय में, इसलिए जबकि लड़के मांस और लहू के भागी है तो वह आप भी उनके समान उनका सहभागी हो गया, ताकि मृत्यु के द्वारा उसे जिस मृत्यु पर शक्ति मिली थी अर्थात शैतान को निकम्मा कर दिया। എബ്രായ ലേഖനം 4:15 വായിക്കുമ്പോൾ, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയേ ഉള്ളത്.
इब्रानी की पत्री 4:15, क्योंकि हमारा ऐसा महायाजक नहीं जो हमारी निर्बलताओं में हमारे साथ दुखी न हो सके, वरन वह सब बातों में हमारी न्याय परखा गया तो भी निष्पाप निकला। അപ്പൊ നാം ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും അതിനെക്കുറിച്ച് നമ്മുടെ കർത്താവിനോട് പറഞ്ഞാൽ അവിടുന്ന് ദൈവമായിരിക്കുന്നത് കൊണ്ടുള്ള ഒരു അറിവ് മാത്രമല്ല, ആ അതേ അനുഭവങ്ങളിലൂടെ താനും കടന്നുപോയ അനുഭവം തനിക്ക് ഉള്ളതിനാൽ തന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. तो हम जो हमारी संकटों में हमारी क्लेशों में होते हैं, तो परमेश्वर जो हमारी क्लेशों को यीशु मसीह समझता है, वो इसलिए नहीं कि वो परमेश्वर है, लेकिन वो इसलिए भी है क्योंकि समांतर कष्ट और क्लेश के द्वारा हमारा यीशु मसीह जा चुका है और वो अनुभव को वो बहुत स्पष्ट रूप से समझता है। അപ്പൊ നാം ഏതൊരു കഷ്ടത്തെ കുറിച്ച് പറഞ്ഞാലും കർത്താവ് പറയും, മോനെ മോളെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഞാനും അതേ അനുഭവത്തിൽ കൂടെ കടന്നുപോയ വ്യക്തിയാണ്. हम कोई भी कष्ट के बारे में हमारे यीशु से कहेंगे तो यीशु कहेगा, है बेटा बेटी, मैं भी तुम्हारी तरह इस कष्ट के द्वारा गुजर चुका हूँ, मैं जानता हूँ। ഒരാൾ പറയാ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, എനിക്ക് മനസ്സിലാകുന്നുണ്ട് വിശപ്പ് എന്താണെന്ന്, ഞാനും വിശന്നവനാണെന്ന് പറയും. अगर कोई कहता है यीशु मसीह मुझे भूख लग रहा है, तो यीशु कहेगा मैं जानता हूँ भूख क्या है और कैसा महसूस होता है। ഒരാൾ പറയാ സുവിശേഷ നിമിത്തം ഒരാൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതായിരുന്നെന്ന് കർത്താവ് പറയും. और अगर कोई कहता है सुसमाचार के कारण मुझे मेरे घर से बेदखल कर दिया, यीशु कहेगा मुझे भी निकाल दिया था अपने घर से। ഞാൻ വലിയൊരു ഭാരവുമായിട്ട് വീണെന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, മോനെ ഞാനും ഒരു 33 വയസ്സുള്ള ചെറുപ്പക്കാരനെ ഇട്ടാൽ ഒടിഞ്ഞു പോകാത്ത ഒരു വെയിറ്റ് ഉള്ള കുരിശുമായിട്ട് പല പ്രാവശ്യം വീണവനാണെന്ന് പറയും. और अगर मैं कहूँ तो कोई बोझ लेते समय मैं गिर गया था, यीशु मसीह कहेगा 33 साल की उम्र में जो उठा नहीं सकता था, वैसा एक सलीब को उठाकर कई मर्तबा में गिर चुका हूँ। ഒരാൾ പറയാണ്, എന്നെ അയാള് എന്റെ മുഖത്ത് തുപ്പി എന്റെ താടി രോമം വലിച്ചു പറിച്ചെന്ന് പറഞ്ഞ, മോനെ എന്നെ അതുപോലെ തന്നെ ചെയ്തതാണ്, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നെന്ന് പറയും. और अगर कोई कहता है कि किसी ने मेरे मुंह पे थूका और मेरे चेहरे के बाल को खींच लिया, तो यीशु कहेगा मैं भी ये सह चुका हूँ। നാം പലപ്പോഴും അബദ്ധവശാൽ പാപത്തിൽ വീണു പോകുന്നത് പോലെ കർത്താവ് പാപത്തിൽ വീണു പോയിട്ടില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും നമ്മുടെ അനുഭവങ്ങളിൽ കൂടെ കർത്താവ് കടന്നുപോയവനാണ്. നാം ഏത് കാര്യം പറഞ്ഞാലും കർത്താവ് പറയും, ഞാനും അത് അനുഭവിച്ചവനാണെന്ന് പറയും. हम कई मर्तबा जाने अनजाने में पाप में गिर चुके हैं, इसके अलावा यीशु मसीह ने पाप नहीं किया, उसके अलावा बाकी तमाम जो अनुभव हमारा है वही अनुभव यीशु मसीह का भी है। हम कुछ भी कहेंगे तो यीशु कहेगा बेटा बेटी मैं भी इसी अनुभव के द्वारा गुजरा हूँ। അപ്പോൾ നാം നമ്മുടെ വേദനയുമായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക്, നമ്മുടെ പ്രതികൂലങ്ങളും കഷ്ടങ്ങളുമായിട്ട് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുന്ന് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റിയവനാണ്, ശക്തനാണ്, അവിടുന്ന് നമുക്ക് തരാനായിട്ട് ആലോചനയുമുണ്ട്. तो हमारे क्लेश, हमारी विपत्ति में, हमारी दुख के समय में अगर हम परमेश्वर के पास जाते हैं तो वो हमें अपनी आलोचना दे सकता है, सलाह दे सकता है, अपने अनुभव से हमें सांत्वना भी कर सकता है। ഇതുപോലെ ക്രിസ്തുവിലേക്ക് കടന്നു വരുന്നതായ ഒരു ദൈവവേദിനെ അവന്റെ അനുഭവങ്ങളുടെ പ്രതികൂലങ്ങളിൽ ആശ്വസിപ്പിക്കുവാനും പ്രബോധിപ്പിക്കുവാനുമായിട്ട് ദൈവം നമ്മളെ ആദ്യഫലമായിട്ട് ചില അനുഭവങ്ങൾ കൂടെ കടത്തി വിട്ടെന്ന് വന്നേക്കാം. और ऐसा मसीह में आने वाले लोग जो कष्ट और पीड़ा सहन करते हैं, तो उनको सांत्वना देने के लिए, धीरज देने के लिए, उनका हाथ थामने लिए हो सकता है और एक पहलौठा होकर हमें ऐसे कष्ट के द्वारा प्रभु ले चले। ഇത്രയും ആഴത്തിൽ അനേകരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ദൂതുകൾ പലർക്കും ഉൾക്കൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. और इतने गहराई से लोग इन बातों को समझते नहीं है, इसीलिए ऐसा जो प्रभु का वचनों को समझना थोड़ा मुश्किल हो जाता है। എന്നാൽ ദൈവമക്കളായി നാം ഇന്ന് പൽക്കാലം മനസ്സിലാക്കുക, നമുക്കുണ്ടാകുന്ന ചില തിരികൃപ്രകാരമുള്ള കഷ്ടങ്ങൾ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് തരുന്ന ചില അനുഭവങ്ങളായിരിക്കാം. लेकिन भाग्य से आज हमको ये समझना है, प्रभु हमें जो कष्ट देता है हो सकता है वो इसलिए हो हमारे समांतर कष्ट अनुभव करने वालों के लिए हम सांत्वना और नमूना बन सके। അഞ്ചാമത്തെ ഭാഗം ഞാൻ വിട്ടിട്ട് ആറാമത്തേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. 5वां भाग को छोड़कर 6ठे भाग में अभी प्रवेश करना चाहूंगा। അടുത്തത് ആറാമത്, ഇത് 5ഉം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങൾ തിരികപ്രകാരമുള്ള കഷ്ടങ്ങൾ, തിരികപ്രകാരമുള്ളതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് 5ഉം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന തിരികപ്രകാരമുള്ള കഷ്ടങ്ങൾ ദൈവകൃപയുടെ ആധിക്യം കൊണ്ട് ചിലപ്പോൾ ഒരു ആത്മീയ നിഗളം നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ആത്മീയ നിഗളം നമുക്കുണ്ടാകാതെ ഉണ്ടാകാതിരിക്കാനായിരിക്കാം. अब मान लो ये 5 विषय नहीं है, तो 6ठा एक जो विषय हमारे जीवन में आता है, जो
जो प्रभु के इच्छा के अनुसार अनुमति से जो हमारे जीवन में कष्ट आता है, क्योंकि हम इस विषय में सीख रहे हैं, वो इसलिए हो सकता है क्योंकि परमेश्वर का अनुग्रह और उसकी कृपा के बहुतायत के वजह से हमारे जीवन में जो घमंड आ सकता है, वो घमंड हमारे जीवन में ना आए। इस कारण से हमारे जीवन में जो क्लेश परमेश्वर देता है उसकी अनुमति के साथ। तीमुथियोസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ पहली तीमुथियोस का 1:6 को जब हम पढ़ते हैं, നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ നാമും അകപ്പെടാതിരിക്കാൻ എന്നൊരു വാക്യം ഇവിടെ കാണാൻ കഴിയുന്നു. वहां पर घमंड से शैतान के सामने हम ना पकड़े जाए, इसीलिए ऐसा एक वचन को हम देखते हैं। അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ആത്മീയ നിഗളമോ ഭൗതിക ജീവിതത്തിൽ നിഗളമോ ഉണ്ടായാൽ പിശാചിന് പറ്റിയതായ പരാജയം പോലെ നമുക്കും പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. तो एक व्यक्ति के जीवन में अगर ऐसा घमंड हो जाए तो शैतान के जीवन में घमंड के वजह से जो विफलता आई, वो विफलता हमारे जीवन में भी आ सकता है। നമുക്കറിയാമല്ലോ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ പിശാച് എന്ന് പറഞ്ഞാൽ ലൂസിഫർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ പിശാച് ആദ്യം പിശാച് അല്ലായിരുന്നല്ലോ. हम जानते हैं जिसको हम आज शैतान बुलाते हैं या लूसीफर बुलाते हैं, वो पहले से शैतान नहीं था। യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യവും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4 മുതൽ 17 വരെയുള്ള വാക്യങ്ങളും പഠിക്കുമ്പോൾ പിശാചിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. ഒറിജിൻ 18 और यशायाह नबी का किताब 4 अध्याय में जब हम पढ़ते हैं, वहां पर ये शैतान का जो पृष्ठभूमि है उसका आरंभ को हम देख सकते हैं। സമയം ലാഭിക്കാൻ വേണ്ടി ഞാൻ വാക്യങ്ങളൊന്നും എടുത്ത് വായിപ്പിക്കുന്നില്ല. समय की कमी के कारण उन सब वचनों को लेना नहीं चाहता। അവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങളുടെ എല്ലാം കൂടെ ആകത്തുകയായിട്ട് ഇങ്ങനെ പറയാനായിട്ട് കഴിയും, അവന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം അവന്റെ ഉള്ളം സാഹസം കൊണ്ട് നിറഞ്ഞു. और वहां पर उन तमाम वचनों को लेके कह सकते हैं, उसकी जो गुण है, उस गुण के वजह से, उस अनुग्रह के वजह से उसके हृदय में जो है घमंड आ गया। ദൈവത്തിന്റെ സന്നിധിയിൽ അതെ മറയ്ക്കുന്ന കെരൂബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ശ്രേഷ്ഠ കെരൂബായിരുന്നു ഈ ഇപ്പോൾ നിലവിൽ പിശാചായിരിക്കുന്ന വ്യക്തിത്വം. परमेश्वर के सामने केरूब कहलाने वाला ऐसा व्यक्ति था आज जिसको हम शैतान बुलाते हैं। മേൽത്തരമായ സ്വർഗീയ രത്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചിരുന്നത്. बहुत ही स्वर्गीय, बहुत ही कीमती, बहुमूल्य ऐसे मोतियों से उसका निर्माण किया गया था। ആ ഭാഗം വായിച്ചു നോക്കിയാൽ അവനെ പാപത്തിൽ പിടിക്കുന്നത് വരെ അവൻ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്. वहां पर हम पढ़ते हैं, जब तक उसको पाप में पकड़ा ना गया तब तक वो निर्दोष था। അവൻ സൗന്ദര്യ സമ്പൂർണനായിരുന്നു, ജ്ഞാന സമ്പൂർണനായിരുന്നു എന്നും പറയുന്നു. वो बहुत ही खूबसूरत था और बहुत ही चतुर था, ऐसा भी लिखा है। ഈ രണ്ട് വേദഭാഗങ്ങൾ നിയമങ്ങൾ പിന്നീട് വേണ്ടതുപോലെ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ച് പഠിച്ചു കൊള്ളുക. അവൻ ഇങ്ങനെയുള്ള സ്വർഗീയമായ മഹത്വത്തോടുകൂടി അവനെ സൃഷ്ടിച്ച് അവനെ പ്രത്യേക സിംഹാസനങ്ങൾ കൊടുത്ത് ദൈവസന്നിധിയിൽ അവനെ നിർത്തിയിരുന്നു. और ऐसे परमेश्वर ने उसको अलग सा सिंहासन देकर परमेश्वर की उपस्थिति में उसको रखा था। പെട്ടെന്ന് തന്റെ ഹൃദയത്തിൽ ആ വ്യാപാരങ്ങളുടെ പെരുപ്പം കൊണ്ട് നിഗളിക്കുവാനിടയായി തീർന്നു. और जल्दी से ये तमाम बातों के वजह से उसके जीवन में जो है घमंड आने लगा। നിഗളിച്ചിട്ട് ഞാൻ അത്യുന്നതനോട് സമനാകുമെന്നും എന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ വയ്ക്കുമെന്നും ഞാൻ അവിടെ ഇരുന്ന് വാൺ അരുളുമെന്നും ഹൃദയത്തിൽ പറയുവാനിടയായി തീർന്നു. और उसने अपने हृदय में कहा, जो परम प्रधान का सिंहासन है, मैं उसके ऊपर मेरे सिंहासन को रखूंगा और वहां से मैं आज्ञा दूंगा, ऐसा उसने अपने हृदय में बोला। ആ ചിന്ത തന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയ നിമിഷം തന്നെ അദ്ദേഹത്തെ വെട്ടിക്കളഞ്ഞെന്നാണ് നമ്മൾ വായിക്കുന്നത്. और हम पढ़ते हैं, वो सोच जैसे उसके मन में आया उसी समय उसको काट कर नीचे फेंक दिया गया। നോക്കുക, ഉന്നതനായ ഒരു മാലാഖയെ, ഒരു കെരൂബിനെ ഒറ്റ നിമിഷം കൊണ്ട് പിശാചാക്കി മാറ്റിയ പാപമാണ് നിഗളമെന്ന് പറയുന്നത്. तो एक बात को हम लोग समझ लेना, ऐसा एक केरूब जो चमकने वाला और ऐसा एक व्यक्ति को एक ही क्षण में गिरा दिया, वो था घमंड। ദൈവങ്ങളായ നാം നല്ലതുപോലെ മനസ്സിലാക്കിക്കൊള്ളണം. നമ്മുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും ഒരു ഭൗതികമോ ആത്മീയമായോ ഉള്ളതായ നന്മകൾ കണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് അല്പമെങ്കിലും ഒരു നിഗളത്തിന്റെ ഉന്മേഷമെങ്കിലും വരികയാണെങ്കിൽ അത് ഏറ്റവും അപകടകാരിയായി നമ്മെ തന്നെ നശിപ്പിക്കുന്ന വസ്തുതയാണ്.
सो मसीह लोगों, हमारे जीवन में बहुत ही गहराई से इस विषय को हमें समझना है। हमारी आत्मिक स्थिति को लेकर या हमारी आर्थिक स्थिति को लेकर किसी भी जगह पर एक छोटा सा भी घमंड हमारे दिल के अंदर उमड़ कर आता है, ये बहुत ही एक खतरे का एक निशान है। അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൽ പൗലോസ് ഇങ്ങനെ പറയുന്നത്, इसीलिए पहली कुरिन्ती 7वें अध्याय में पौलुस ऐसा कहता है, വിലയ്ക്ക് വാങ്ങുന്നവൻ കൈവശമാക്കാത്തവനെ പോലെയും जो खरीदता है वो हाथ में ना रखता है वैसा, കരയുന്നവൻ കരയാത്തവനെ പോലെയും और जो रोता है जो नहीं रोता है वैसा, സന്തോഷിക്കുന്നവർ സന്തോഷിക്കാത്തവരെ പോലെയും और जो आनंद करता है वो आनंद न करने वाले जैसा, ഈ ലോകത്തിലെ എന്തെങ്കിലും നന്മകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. और ये संसार का कोई भी व्यक्ति जो है वो जो संसारिक बातों को अनुभव कर कर अनुभव ना करने वाला जैसा बने। നന്മ നല്ലതാണ്, അഭിവൃദ്ധി നല്ലതാണ്, भलाई अच्छा है, बरकत अच्छा है, പക്ഷേ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു നിഗളത്തിന്റെ ഉന്മേഷം ഉണ്ടാകാൻ ഇടയാകാതെ സൂക്ഷിക്കണം. लेकिन इस वजह से हमारे जीवन में अहंकार और घमंड ना आए, इसका हमें चौकस रहना है। ഈ ലോകം അതിന്റെ രൂപം ഒഴിഞ്ഞു പോകുന്നതിന് ശേഷം പറയുന്നു, और उसके बाद लिखा है ये संसार और उसमें जो कुछ भी है वो पिघल जाएगा। നാം ഇന്ന് അനുഭവിക്കുന്ന ഏതെങ്കിലും ഭൗതിക നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഒന്നുകിൽ നമ്മൾ അതിനെ വിട്ടിട്ട് പോകും, അല്ലെങ്കിൽ അത് നമ്മളെ വിട്ടിട്ട് പോകും എന്നുള്ള കാര്യം മറന്നു പോകരുത്. आज हमारे जीवन में ये जो भी बात है संसारिक हम अनुभव करते हैं, एक दिन या तो हम इसे छोड़ देंगे या एक दिन ये दुनिया निकल जाएगा। ഇപ്പോൾ തന്നെ ഈ ലോകം മുഴുവനും വിറച്ചുകൊണ്ട് കഴിയുന്ന നാം എല്ലാവരും ഉൾപ്പെടെ അതെ വിറച്ചുകൊണ്ട് കഴിയുന്ന ഒരു അനുഭവം നമുക്ക് ഓർക്കാൻ കഴിയണം. अभी देख लो, इसी वर्तमान स्थिति में हमें भी शामिल करके तमाम संसार जो है कांपते थरथराते हुए बैठा है। ഇത് നമ്മളെ പഠിപ്പിക്കുന്ന അനേക പാഠങ്ങളുണ്ട്. അതിൽ ഒരു പാഠം ഞാൻ പറയട്ടെ. ये हमें बहुत से सबक सिखाता है, उसमें से एक सबक मैं आपको बताना चाहता हूँ। ദൈവത്തെ കൂടാതെ മനുഷ്യനോ അവന്റെ സ്വത്തുക്കൾക്കോ യാതൊരു സുരക്ഷിതത്വവും ഇല്ല എന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുകയാണ്. हमारे परमेश्वर को छोड़कर मनुष्य या उसकी किसी भी संपत्ति की कोई सुरक्षा नहीं है, इस बात को परमेश्वर हमें याद दिलाता है। അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-24 ഇങ്ങനെ പറയുന്നത്. इसलिए यिर्मयाह नबी का किताब 9 उसका 24 और 25 में ऐसा लिखा है। 9-ന്റെ 23-24 ദയവായി ആരെങ്കിലും ഒന്ന് വായിക്കുമോ മലയാളത്തില്? यिर्मयाह 9 का 23 और 24। ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. यिर्मयाह नबी का किताब 9वां अध्याय उसका 23 और 24वां आयत। यहोवा यो कहता है, बुद्धिमान अपनी बुद्धि पर घमंड ना करे, न वीर अपनी वीरता पर, न धनी अपनी धन पर घमंड करे, परंतु जो घमंड करे वो इसी बात पर घमंड करे कि वह मुझे जानता और समझता है कि मैं ही वह यहोवा हूँ जो पृथ्वी पर करुणा, न्याय और धर्म के काम करता है, क्योंकि मैं इन्हीं बातों से प्रसन्न रहता हूँ। ഇതിലല്ലോ ദൈവത്തിന്റെ പ്രസാദമുള്ളതെന്ന് ദൈവത്തിന്റെ അരുളപ്പാട്. क्योंकि इसी में परमेश्वर का प्रसन्नता है, ऐसा परमेश्वर कहता है। ആവശ്യത്തിന് ധനം നല്ലതാണ്, जरूरत के लिए धन अच्छा है, ഈ ലോകത്തിലെ പല കാര്യങ്ങളും നല്ലതാണ്, ये संसार की बहुत सी चीजें अच्छी है, എന്നാൽ ഇത് എനിക്ക് ഉണ്ടെന്നുള്ള ഒരു ചെറിയ ഉന്മേഷം പോലും നമ്മുടെ ഹൃദയത്തിൽ വരാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. लेकिन ये सब मेरे पास है, ऐसा एक सोच भी हमारे हृदय में ना आए, इसका हमें चौकन्ना रहना है। അതിന്റെ പിറകിൽ പിശാച് നിഗളവുമായിട്ട് നമ്മുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന കാര്യം മറക്കരുത്. क्योंकि इसके पीछे शैतान घमंड लेकर वो कतार में खड़ा है, इसको नहीं भूलना। എന്റെ ദൈവത്താൽ അല്ലാതെ എന്റെ ജീവനോ എന്റെ സ്വത്തുക്കൾക്കോ യാതൊരു സുരക്ഷിതത്വവും ഇല്ല. ആമേൻ. എന്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഈ കർത്താവിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതാണെന്ന് പറഞ്ഞ് ദൈവത്തിൽ പ്രശംസിക്കുവാനിടയായി തീരുകയാണ്.
परमेश्वर को छोड़ परमेश्वर के अलावा मेरी संपत्ति या मेरी जीवन किसी भी चीज को उसमें कोई भी घमंड नहीं है। ये महान परमेश्वर को मैं पहचान पाया, यही मेरी जीवन की सबसे बड़ी कमाई है। ऐसा हमको पहचानना है, समझना है। കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പഴയ നിയമത്തിലെ ചില രാജാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പഠിക്കുകയായിരുന്നു. पिछले दिनों में परमेश्वर के वचन से पुराना नियम के कुछ राजाओं के बारे में पढ़ रहा था। അവിടെ പ്രധാനമായിട്ട് എന്റെ കണ്ണിലേക്ക് പെട്ട മൂന്നാല് പേരുടെ പേര് പറയട്ടെ. ദാവീദ്, ശലോമോൻ, യഹോശാഫാത്ത്, ഹിസ്കിയാവ്. वहां पे 3-4 लोगों के बाद जो मेरे नजर में आया, दाऊद, सुलेमान, हिजकिय्याह और यहोशाफात राजा। ഇവരെല്ലാവരും ഇവരുടേതായ സമൃദ്ധിയിൽ നിഗളിച്ച് ആത്മീയമായി തകർന്നു പോയതിനെ കുറിച്ചും ദൈവത്തിന്റെ ശിക്ഷ വാങ്ങിയതിനെ കുറിച്ചും കാണുവാൻ കഴിയുന്നുണ്ട്. तमाम लोग जो है उनकी जो कार्य की वजह से घमंडी होकर परमेश्वर की नजरों से गिर गए और उसका दंड को पाया, ऐसा हम पढ़ते हैं। ശലോമോൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ ഭയം തോന്നി. सुलेमान के बारे में जब पढ़ा तो मुझे बहुत डर आ गया। അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു പൊടിയുടെ വില പോലും എനിക്കില്ല. उसके सामने उसका एक शरीर का एक धूल का भी कीमत मेरा नहीं है। എങ്കിലും വചനത്തിൽ നിന്ന് ഒരു സത്യം മനസ്സിലാക്കിയത് വളരെ ഭയത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ. लेकिन वचन से एक सच्चाई जो पता चला वो बहुत डर के साथ आप लोगों को बताना चाहूंगा। തിരുവചനത്തിന്റെ ചില പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതുവാൻ തക്കവണ്ണം സ്വർഗീയ ജ്ഞാനം പ്രാപിച്ച ഒരു മഹാരാജാവായിരുന്നു ശലോമോൻ. परमेश्वर की कलाम के कुछ पुस्तकों को लिखने के लिए ज्ञान प्राप्त कर चुका एक महान राजा था सुलेमान राजा। അദ്ദേഹത്തിന് ചില സങ്കീർത്തനങ്ങളും സദൃശവാക്യം എന്ന പുസ്തകവും സഭാപ്രസംഗം എന്ന പുസ്തകവും നമ്മുടെ ആത്മീയമായി പലയിടങ്ങളിലും പിടിച്ചു നിർത്തുന്നതും നിലനിർത്തുവാൻ തക്കമുള്ള ബുദ്ധിഉപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞതുമാണ്. उसके कुछ भजन संगीता और उसका नीति वचन और सभा उपदेश जो सुलेमान ने लिखा है वो हमें अपने कष्ट के अनुभव में बहुत सांत्वना देने वाले वचन, आशा देने वाले वचन है। ഡോക്ടർ ബില്ലി ഗ്രഹാം പറയാറുണ്ടായിരുന്നു, ദൈവമക്കളായ നാം എല്ലാ ദിവസങ്ങളും സദൃശവാക്യങ്ങളിലെ ഒരു അധ്യായം അതാത് ദിവസത്തിന്റെ ഡേറ്റ് നോക്കി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. डॉक्टर बिली ग्राम कहा करता था कि अब में से हर एक विश्वासी लोग हर रोज नीति वचन के एक अध्याय को उस दिनांक के अनुसार हमको पढ़ना चाहिए। എന്നാൽ താൻ വാർദ്ധക്യത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ് ചെയ്തതെന്ന് പുസ്തകം പഠിപ്പിക്കുന്നു നമ്മളെ. लेकिन वो जब बुजुर्ग हो चुका था तब उन्होंने क्या किया वो भी हमें सिखाता है। രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 1 മുതൽ ദൈവമക്കൾ സമയമുള്ളപ്പോൾ പഠിച്ചുകൊള്ളുക. पहले राजा उसका 11 का पहले आयत से लेके जब समय मिले तो आप लोग पढ़ लेना। അപ്പോൾ അതെ, ജാതികളോട് ഇടകലരുതെന്ന് പ്രമാണം കിട്ടിയവൻ വാർദ്ധക്യ ദശയിലേക്ക് എത്തുമ്പോൾ ജാതീയ സ്ത്രീകളെ തൻ ഭാര്യമാരായിട്ട് സ്വീകരിച്ചു. അവർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പണിതു, അവർക്ക് വേണ്ടി വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവരോടുകൂടെ പൂജ കഴിക്കുവാനായിട്ട് കടന്നുപോയതായിട്ട് വായിക്കുന്നുണ്ട്. तो वहां पर हम ये पढ़ते हैं जिसको ये नियम मिला था कि अन्य जातियों के साथ मेल मिलाप नहीं करना, वो जब बूढ़ा हो गया तो अन्य जातियों के स्त्रियों के साथ विवाह किया। इतना ही नहीं, उनके लिए मंदिरें बनाए, उनकी देव देवताओं का अर्पण किया और उनका पूजा करने लगा। തന്റെ ഭാര്യമാരുടെ എണ്ണം കേട്ടാൽ നമുക്ക് അതിശയം തോന്നും. और उनकी पत्नियों की गिनती को अगर सुने तो हम अचंभित हो जाएंगे। നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വേദപുസ്തകം സത്യവേദ പുസ്തകമായതുകൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു. हमारे हाथ में जो पवित्र वचन है वो सच है, इसलिए मैं वो विश्वास करता हूँ। എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരിടത്ത് ആ പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തനിക്ക് 700 കുലീന ഭക്തിമാരുണ്ടായിരുന്നു, നോബിൾ വൈസ്. क्योंकि वहां पर उस अध्याय में ऐसा लिखा है सुलेमान को 700 पत्नियां थी। 300 വെപ്പാട്ടിമാരുണ്ടായിരുന്നു എന്നും വായിക്കുന്നു. और 300 जो है उनका कॉन्क्यूबाइन्स थे या फिर 300 उनका व्यभिचार करने का एक दूसरा स्त्री थी। രണ്ടെന്ന് പറഞ്ഞാൽ 1000 ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. और दोनों को मिलाकर देखा जाए तो लगभग 1000 पत्नियां थी। നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ വിശേഷാൽ നമ്മളൊരു കൺവെൻഷൻ വെച്ചാൽ 500 പേര് പോലും കൂടാറില്ല. और हमारे केरल में या इंडिया में एक अगर महायोग भी रखे तो 500 लोग भी इकट्ठा नहीं होते। നമ്മുടെ കൺവെൻഷന് കൂടുന്നതിനേക്കാളും കൂടുതൽ ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന്. तो हमारे महासभाओं में जितने सदस्य आते थे उससे भी अधिक उसके तो पत्नियां थी। ആരായിരുന്നു ഈ മനുഷ്യൻ? ये व्यक्ति कौन था? ദൈവത്തിന് സ്വർഗീയ ജ്ഞാനം പ്രാപിച്ചവൻ, परमेश्वर से स्वर्गीय ज्ञान को प्राप्त किया हुआ व्यक्ति। വേദപുസ്തകത്തിലെ പ്രധാനമായ ചില പുസ്തകങ്ങൾ എഴുതുവാൻ പരിശുദ്ധാത്മാവ് കരങ്ങളിൽ യോഗിച്ചവൻ.
परमेश्वर के कलाम में से कुछ अहम किताबों को लिखने के लिए पवित्र आत्मा ने जिसको प्रेरित किया, അദ്ദേഹം കൃപയിൽ നിന്നപ്പോൾ എഴുതിയ പുസ്തകങ്ങൾ ഇന്നും നമ്മൾ റെഫർ ചെയ്യുന്നു. और वो जब कृपा में था और जिन किताबों को लिखा उन किताबों को आज भी हम परामर्श करते हैं. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാണ് നെഹമ്യാവിന്റെ പുസ്തകം അവസാന അധ്യായത്തിൽ ഇസ്രായേൽ വേർപാട് നഷ്ടപ്പെടുത്തിയ ജനതയെ നെഹമ്യാവ് ശാസിക്കുന്നത്. और उसकी बातों को लेकर नेहमिया की आखिरी किताब में हम देखते हैं परमेश्वर से अलगावट को अलग किया हुआ लोगों को वहां पर वो डांटता है इस बारे में बात करके. ജനത്തെ അടിച്ച് അവരുടെ രോമങ്ങൾ വലിച്ചു പറിച്ച് അവരുടെ കാതുകൾ വലിച്ചു പറിച്ചുകൊണ്ട് അതേ നെഹമ്യാവ് ചോദിക്കുന്നു, ശലോമാൻ ഇതിനാലല്ലയോ പാപം ചെയ്തതെന്ന് പറഞ്ഞവരെ ശാസിക്കുന്നു. लोगों को मारकर ताड़नाएं देकर वहां पर पीड़ा देकर नेहमिया अपने लोगों से पूछता है, इसी वजह से सुलेमान पाप में गिर गया. പറഞ്ഞതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഒരു സമയത്ത് ശക്തമായി കൈകളിൽ ഉപയോഗിച്ചവരാണെങ്കിലും ആത്മീയമായി നമ്മുടെ നിലപാട് സൂക്ഷിക്കാതെ നെകളിച്ച് മറ്റൊന്നായി മാറിയാൽ നാം തകർന്നു പോകാൻ സാധ്യതയേറെയുണ്ട്. ദൈവത്തിന്റെ മുഖപക്ഷമില്ല. कहने का तात्पर्य एक जमाने में हो सकता है परमेश्वर के हाथों में बहुत ही हमें इस्तेमाल किया गया हो और बहुत ही शक्तिमान रूप से सामर्थ्य रूप से हमें इस्तेमाल किया गया हो, लेकिन अगर हम हमारी पवित्रता या लगावट को हम लोग सुरक्षित नहीं रखते तो हम भी गिर सकते हैं. इस बात को समझाने के लिए इसको कहा. ഭയങ്കരമാണെന്ന് ഓർത്തുകൊള്ളുക. तो घमंड कितना खतरनाक है इसको आप लोग समझ लेना. അപ്പോൾ കർത്താവ് വളരെ സ്നേഹിക്കുന്ന, കർത്താവിനെ പരമാർത്ഥ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന നമ്മളിൽ ആരെങ്കിലും നമുക്ക് ലഭിച്ച ഏതെങ്കിലും ആത്മീയമോ ഭൗതികമായ ഉയർച്ച നിമിത്തം നെകളിച്ചു പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ആ പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ നമ്മൾ വിട്ടുപോകാതിരിക്കാൻ ദൈവം മനഃപൂർവ്വം ചില കഷ്ടങ്ങളിലൂടെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നടത്തിയെന്ന് വന്നേക്കാം. तो हमारी जो आर्थिक अवस्था है, आत्मिक अवस्था है और जो कृपा अनुग्रह परमेश्वर से मिला है, इसमें हम घमंडी होकर हम ऐसे पाप ना कर बैठे, इसलिए परमेश्वर कभी कभी अनुमति देता है ऐसे कष्ट हमारे जीवन में आने के लिए. ഈ അനുഭവത്തിലൂടെ കടന്നുപോയതിൽ അഗ്രഗണ്യനാണ് നമ്മുടെ ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ. और ऐसे अनुभव में बहुत ही अधिकतम सह चुका है और जो पौलोस है. 2 കൊരിന്തി 12 അധ്യായത്തിന്റെ 7 വാക്യം പ്രസ്താവിക്കുന്നുണ്ട്. दूसरा कोरिन्थी 12 का 7 में इस बात को लिखा गया है. അവിടെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നെകളിച്ചു പോകാതിരിക്കുവാൻ എന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതനെ ദൈവം അനുവദിച്ചു. इसीलिए कि मैं प्रकाशों के बहुतायत से फूल न जाऊं, मेरे शरीर में एक कांटा छुपाया गया, अर्थात शैतान का एक दूत की मुझे घूसे मारे ताकि मैं फूल न जाऊं. കൂടെ കൂടെ ആ ശൂലത്തിന്റെ വേദന നാം അനുഭവിച്ചപ്പോൾ ദൈവത്തോട് താൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. और बीच बीच में इस कांटे का दर्द बढ़ा तो वहां पर लिखा है कि 3 मर्तबा पौलोस ने परमेश्वर से प्रार्थना किया. ഇതൊന്ന് മാറ്റി തരണം എന്നായിരിക്കുമല്ലോ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. प्रार्थना तो यही होगा, परमेश्वर इस कांटे को हटा देना. ദൈവം പറഞ്ഞു, മോനെ ഇരിക്കട്ടെ, സാരമില്ല, എന്റെ കൃപ ഞാൻ തന്നതിനെ നിർത്തിക്കോളാം. परमेश्वर ने कहा, कोई बात नहीं बेटा, इसको रहने दो, क्योंकि मैं मेरा कृपा तुझे दूंगा, अनुग्रह तुझे दूंगा. ഭൂമിയിൽ ഇനി ഒരു ലൂസിഫറോട് ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നിന്നെ നിത്യതയിൽ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. संसार में और एक लूसीफर को मैं पैदा करना नहीं चाहता, मैं तुझे अनंतता में देखना चाहता हूँ. ആമേൻ. ആകയാൽ തനിക്ക് ഓരോ പ്രയാസങ്ങളും വേദനകളും ആ നിലയിൽ ശൂലമെന്ന് ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വർദ്ധിച്ചു വരുന്നിടത്തൊക്കെയും നാം പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് അതിനെ അതിജീവിക്കുമായിരുന്നു. और इसलिए जहां पर भी उसको ये काटा या फिर ये तकलीफ, ये क्लेश आता था, उन जगहों पर वो प्रार्थना कर उसके ऊपर जय प्राप्त करता. ആമേൻ. തന്നെ എപ്പോഴും ഒരു 0 പോയിന്റ് നിർത്താനാണ് ദൈവം ആഗ്രഹിച്ചത്. क्योंकि परमेश्वर ने उसे हमेशा एक शून्य बिंदु में रखना चाहा. ആമേൻ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇടയായി തീരണം ഈ വചനത്തിന്റെ വെളിപ്പാടിൽ. इसलिए इस वचन के प्रकाशन में हमें ऐसा प्रार्थना करना है. ദൈവമേ, നീ ഏത് ഔന്നത്യത്തിലൂടെ എന്നെ നടത്തിയാലും നിന്റെ താഴ്മയിലും നിന്റെ ലളിത ജീവിതത്തിലും നിന്റെ സൗമ്യതയിലും ജീവിച്ചു കൊള്ളാമെന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. परमेश्वर तो किसी भी परिस्थिति में मुझे क्यों न चलाए, परमेश्वर आपकी सरलता में, आपकी दीनता में और आपकी नम्रता में मैं जीना पसंद करता हूँ. എന്റെ ജീവിതത്തിന്റെ ഒരു കാര്യവും നിമിത്തം ഒരിടത്തും ഞാൻ തലക്കനം കാണിക്കത്തില്ല. मेरे जीवन की किसी भी भलाई के वजह से मैं कहीं पर भी अपने सिर को ऊंचा नहीं करूंगा. ഈ ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ
ആമേ ഇങ്ങനെയുള്ളതായ നിഗളിച്ചു പോകാതിരിക്കുവാനുള്ളതായ ആ കഷ്ടതയുടെ ആധിക്യം ഒരു പക്ഷേ അല്പസ്വല്പമൊക്കെ ദൈവം നമുക്ക് കുറച്ചു തന്നു വരും. ये समर्पण हमारा में जीवन में हो तो ये जो कष्ट का अनुभव है उसकी जो तीव्रता है वो थोड़ा परमेश्वर हमें कम करके देगा. ഇവിടെ ഞാൻ ആമേൻ ആ തിരിഹിത പ്രകാരമുള്ള കഷ്ടങ്ങൾ എന്ന ആ വിഷയത്തിന്റെ ആ ഭാഗം ഒന്ന് അത് പൂർത്തീകരിക്കട്ടെ. तो यहाँ पर परमेश्वर की इच्छा के अनुसार जो कष्ट हमारे जीवन में आता है उस भाग को समाप्त करता हूँ. മറന്നുപോകലെ 6 കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുകയുണ്ടായി. भूलना नहीं, 6 विषयों को हमने यहाँ पर सीखा. ഒന്നാമത്തേത് വിശ്വാസത്തിന്റെ പരിശോധന. पहला विश्वास के परखे जाना. 2 പരീക്ഷ. दूसरा परीक्षा. 3 ക്രൂശിന്റെ അനുഭവം. तीसरा सलीब का अनुभव. 4 നമുക്ക് പുത്തൻ വെളിപ്പാടുകൾ നൽകുവാൻ. चौथा हमें नया प्रकाशन देने के लिए. 5 മറ്റുള്ളവരുടെ കഷ്ടങ്ങളിൽ ചെന്ന് അവരെ ആശ്വസിപ്പിക്കുവാൻ. 5 दूसरों के कष्ट में उन्हें जाके सांत्वना देने के लिए. 6 നമ്മൾ കണ്ടു നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയമോ ഭൗതികമായ നിഗളം ഉണ്ടാകാതിരിക്കുവാൻ. 6 हमारे जीवन में आत्मिक या आर्थिक तौर से कोई भी घमंड न आने के लिए. യാതൊരു തെറ്റും കുറ്റവും ചെയ്യാതെ പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇതിലേതെങ്കിലും ഒന്ന് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവിക ഉദ്ദേശപ്രകാരം കടന്നു വന്നേക്കാം. कोई भी गलती ना करते हुए परमेश्वर के साथ में जीने के उसी अवसर में इनमें से एक कष्ट हमारे जीवन में आ सकता है ताकि ऐसा घमंड हमारे जीवन में ना आए. ആമേൻ. ആ കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവേ ഇതെന്തുകൊണ്ട് എന്ന് എന്നോട് അരുളി ചെയ്യണമേ എന്ന് ദാവീദിന്റെ കാലത്ത് കൂടെ തനിക്ക് ക്ഷാമം നേരിട്ടപ്പോൾ അതിന്റെ കാരണം മനസ്സിലാക്കുവാൻ ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചതുപോലെ ആമേൻ 28 സംഘം 28:5 കാണുന്ന പോലെയും യോബ് 34 കണ്ടതുപോലെയും ആമേൻ ദൈവത്തോട് നമ്മൾ ആലോചന ചോദിച്ച് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവഹിത പ്രകാരം പ്രതികരിക്കണം. तो हमारे जीवन में ऐसा जब क्लेश आता हो तो हमें भी परमेश्वर से आलोचना मांगना है कि ये हमारे जीवन में क्यों हुआ. जैसे दाऊद के बारे में हम देखते हैं अपने जीवन में जो बीच बीच में उसके राज्य में अकाल आ पड़ता था वो परमेश्वर से पूछता था कि इसका उद्देश्य क्या है. और इस बात को भजन संहिता 28 में हम पढ़ सकते हैं और आयुब के जीवन से भी हमने सीखा. इसलिए बीच बीच में ये जो क्लेश हमारे जीवन में आता है इस क्लेश को निरीक्षण करना है. परमेश्वर की उपस्थिति में जाकर हमें पूछना है कि परमेश्वर की इच्छा के अनुसार अनुमति से जो हमारे जीवन में क्लेश आया उसका उद्देश्य, उसका मकसद क्या है. എങ്കിൽ ദൈവത്തിന്റെ കൃപ തന്ന് പൗലോസിനെ ആ തലമുറയെ നിലനിർത്തിയതുപോലെ ദൈവം നമ്മളെ സഹായിക്കുവാനിട കൃപ തന്ന് നിർത്തുവാനിടയായിത്തീരും. और अगर ऐसा हम करते हैं तो जैसे उस जमाने में पौलुस को परमेश्वर ने अपनी अनुग्रह देकर स्थिर किया वैसे वही अनुग्रह देकर हमें भी वो दृढ़ करेगा. അങ്ങനെ കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി ദൈവത്തിന് വേണ്ടി ഭൗതിക ലോകത്ത് പ്രയോജനപ്പെടുകയും നമ്മളിലൂടെ ദൈവനാമ മഹത്വം എടുക്കുകയും നിത്യതയിൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം ധാരാളമായി പ്രാപിക്കുവാനിടയാവുകയും ചെയ്യും. और ऐसा रहेगा तो परमेश्वर के हाथों में इस्तेमाल करने वाले एक अच्छा औजार की तरह, एक अच्छे बर्तन की तरह हम लोग उसके हाथ में रहेंगे. और आने वाले दिनों में परमेश्वर का वो जो गिफ्ट है, परमेश्वर का जो परिणाम है वो परिणाम आने वाले उस संसार में भी हमें मिलेगा. തൽക്കാലം ഇവിടെ നിർത്തിക്കൊണ്ട് ഇനി അടുത്ത ഭാഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അടുത്ത് നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവഹിതമല്ലാതെ നമ്മൾ കടന്നു വരുന്ന കഷ്ടങ്ങൾ എന്ന വിഷയമാണ് ഇനി നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. तो इस भाग को यहाँ पर समाप्त करता हूँ और अगला हम जो सीखने वाले हैं वो परमेश्वर के अनुमति के बिना जो कष्ट हमारे जीवन में आते हैं. ആ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പേ ദീർഘസമയം വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമുക്ക് ഇവിടെ ഓർപ്പിച്ചതുപോലെ നമുക്കൊരു പാട്ടിന്റെ ചില അടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഞാൻ ഈ പാട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ എന്ന് തുടങ്ങുന്ന ഗാനം. അറിയാമെങ്കിൽ നമുക്ക് എടുത്ത് പാടാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ആ പാട്ട് പാടുമ്പോൾ കേട്ട് പാടാനിടയാകട്ടെ. ഒരു അനുഗ്രഹീതമായ ഗാനമാണ്. പലപ്പോഴും എന്റെ പേഴ്സണൽ ഡിവോഷനിൽ ഞാൻ ധ്യാനിക്കാറുള്ള ഒരു പാട്ടാണ്. ദൈവത്തിന് സ്തോത്രം. तो जैसा मैंने पहले कहा था, काफी समय से हम लोग वचन को सुन रहे हैं. अगले भाग में प्रवेश करने के पहला एक मलयालम गीत गाना चाहूंगा. कई मर्तबा मेरे मगन करने के समय में ये गीत ने बहुत ही मुझे प्रोत्साहन दिया है. तो हम लोग सब मिलकर इस गीत को गाएंगे. ഭാരങ്ങൾ വഹിക്കുന്നവൻ യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവമാ
പരിഹാരമേനിക്കായി കരുതിക്കൊണ്ട് പരീക്ഷന്റെ ദൈവമാനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെങ്കിലും ചോദിക്കില്ല, എന്റെ നന്മയ്ക്കായി എന്റെ നന്മയ്ക്കായി മാറിയുന്നു ഞാൻ. അവിടെ ഞാൻ വീഴുന്നു തീരല്ല, വീഴുന്നു തീരല്ല, പരീക്ഷ എന്റെ ദൈവമാനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവമാനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഓരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്ന യേശുവേ, നടക്കുന്ന യേശുവേ, പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവമാനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമാനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും, ദൈവമാനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടും. ദൈവമാനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവമാനുവദിച്ച പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഒരു കാരണവശാൽ നമുക്ക് ഒരു വിഷയം സംബന്ധിച്ച് ഭാരപ്പെടേണ്ട കാര്യമില്ല.
कभी भी हमारे किसी भी विषय को लेकर हमें बिल्कुल भी दुख होने का जरूरत नहीं। ഏതെല്ലാം പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചാലും പരീക്ഷകൾ കടന്നു വന്നാലും ഏതെല്ലാം ഈ വിധത്തിലുള്ള പ്രതികൂലങ്ങൾ കൂടെ കടന്നുപോയാലും ദൈവം അനുവദിക്കാത്തതൊന്നും നാം ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. कितने भी परीक्षाओं का सामना करे, चुनौतियों का सामना करने पड़े, कसौटियां कैसे भी हो, परखे जाना किसी भी प्रकार का क्यों ना हो, लेकिन मसीह लोगों को ये बात समझना है, परमेश्वर की अनुमति के सिवाय कोई भी बात हमारे जीवन में नहीं आता। ദൈവങ്ങളെ വിവിധങ്ങളായ സമയങ്ങളിൽ വിവിധങ്ങളായ പരിശോധനകളിലൂടെയും കഷ്ടങ്ങളിലൂടെയും കടന്നുപോയ സമയങ്ങളിൽ കർത്താവിനെ പഠിപ്പിച്ച ചില അനുഭവങ്ങളിലൂടെയുള്ള പാഠങ്ങളാണ് ദൈവങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. मसीह लोगों अलग अलग कष्ट के समय में परमेश्वर ने जो मुझे सिखाया वो अनुभव के द्वारा जो मिला हुआ यही सीख और सबक है जो आप लोगों को भी बताता हूँ। ചില സന്ദർഭങ്ങളിൽ നിങ്ങളിൽ പലരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. और कई समयों में आप लोगों ने हमारे लिए जो प्रार्थना किया वो धन्यवाद के साथ में स्मरण करता हूँ। അതേ കുടുംബമായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടത്തക്ക നേരിടുന്നതായ വലിയ കാർ ആക്സിഡന്റുകൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് ഈ മക്കൾക്ക് ഓർമ്മ കാണും. परिवार समेत हम इस दुनिया से नष्ट हो जाए ऐसे कई परिस्थिति हमारे बीच में हमारे जीवन में आया था। അതേ അതേ ടെറസിൽ നിന്ന് വീണ ഭിന്നത്തിൽ ന്യൂമോണിയ പിടിച്ച് അവസാനത്തെ പൾസും ജീവിതത്തിൽ അതേ നിന്നു എന്ന് പറയത്തക്ക നിലയിലുള്ള സാഹചര്യങ്ങൾ കടന്നുപോയ സന്ദർഭങ്ങളുണ്ട്. टेरेस से जो नीचे गिरा उसके बाद उसके साथ निमोनिया हुआ और आखिरी पल्स भी जो नहीं था ऐसी अवस्था तक जीवन में आया। റാന്നിയിലുള്ള റോയ് പാസ് ഉൾപ്പെടെ എന്നെ വാഹനത്തിൽ എടുത്തുകൊണ്ട് ഓടിപ്പോയ സന്ദർഭങ്ങളൊക്കെ ചിലർക്കെങ്കിലും അറിയാവുന്നതാണ്. और रानी का रॉय पास्टर ने जल्दी से आकर गाड़ी में जो मुझे अस्पताल वगैरह ले गए ये अवस्था आप लोगों में से कुछ लोगों को ज्ञात होगा। അടുത്ത സമയത്ത് ഞാൻ ഗൂഡല്ലൂരിലെ 2 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഓൺ ദ വേ വഴിയിൽ വെച്ച് എനിക്ക് അറ്റാക്ക് ഉണ്ടായി. അബോധാവസ്ഥയിൽ എന്നെ ഒരു ബന്ധുവിന്റെ വീടിന്റെ ഗേറ്റിൽ ചെന്ന് വീഴുകയും അവിടുന്ന് എന്നെ എടുത്തുകൊണ്ട് പോവുകയും 3-4 മണിക്കൂർ ഏത് ലോകത്തിലാണെന്ന് അറിയാത്ത നിലയിലാക്കുകയും അതെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. और हाल ही में जब यात्रा कर रहा था उस समय में एक परिचित के घर में जब पहुंचा उनके दरवाजे पर पहुंचते ही मैं गिर गया, बेहोश हो गया और मुझे जो हृदय स्तंभ की अवस्था आ गया था। 3-4 घंटे मेरी अवस्था क्या थी मैं भी नहीं जानता, किस दुनिया में था मैं नहीं जानता। ऐसे भी अवस्था के द्वारा प्रभु मुझे ले गया। പുറത്തിറങ്ങാനോ ദീർഘയാത്ര ചെയ്യാനോ കഴിയാതെ ഒരു ട്രാക്ട് പോലും കൂടാൻ കഴിയാത്തതിൽ പലരും വീടിനകത്ത് वो की स्तुति हो तो कई मर्तबा घर में ही रहना पड़ा, बाहर बिल्कुल जा नहीं सका, यहाँ वहां जाने की कोई भी अनुमति नहीं था। इतना ही नहीं एक ट्रैक्ट या एक पर्ची भी नहीं दे पाया, ऐसी अवस्था जीवन में आया। ആ നിലയിൽ അതേ കഷ്ടങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഐസിയു യൂണിറ്റിനകത്ത് കിടക്കുമ്പോഴും ഭവനത്തിൽ ഇങ്ങനെ അതേ ശാന്തമായി വിശ്രമിക്കുന്ന സമയത്തും കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കർത്താവ് പഠിപ്പിച്ച ചില പാഠങ്ങളാണ് ദൈവങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഓർമ്മിച്ചോട്ടെ. और ऐसे अवस्था में तीव्र परिजन जगह में आईसीयू में जब पढ़ा था और जब घर में पढ़ा था और परमेश्वर से प्रार्थना किया उस समय में जो सीख प्रभु ने मुझे दिया उन्हीं बातों को उसी के आधार पर आज आप लोगों से बांटता हूँ। ആകയാൽ ഇങ്ങനെ ആ ഭാഗം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യുന്നു. നമ്മുടെ ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അതിന്റെ എല്ലാം പുറകിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ऐसा कहकर उस भाव को छोड़ना चाहूंगा। परमेश्वर की अनुमति के सिवाय हमारे जीवन में कुछ नहीं होता। ये तमाम बातें परमेश्वर की इच्छा ही से हमारे जीवन में आते हैं। ആകയാൽ രോഗമാകട്ടെ, പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ടാകട്ടെ, നമ്മുടെ ജോലിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാകട്ടെ, നമ്മുടെ തലമുറകളുടെ ഏതെങ്കിലും വിഷയങ്ങളാകട്ടെ, നമ്മുടെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന പ്രതികൂലമാകട്ടെ, നമ്മുടെ ചർച്ചയിൽ നേരിടുന്ന എന്തെങ്കിലും പ്രതിസന്ധി ആകട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പ്രതിസന്ധിയായി നേരിട്ടാൽ പെട്ടെന്ന് കർത്താവെ അതിൽ നിന്നൊരു വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നല്ല കാര്യമാണെങ്കിലും അതിലേറെ ബിക്കോസ് കർത്താവെ എന്തുകൊണ്ട് ഇങ്ങനെ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകാൻ നീ ഞങ്ങളെ അനുവദിക്കുന്നു എന്നുള്ളതിന്റെ ആൻസർ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ആരോഗ്യകരമായ അവസ്ഥ. हमारे जीवन की परेशानी कैसा भी क्यों ना हो वो हमारे जीवन के साथ, हमारे स्वास्थ्य के साथ, हमारे दफ्तर में नौकरी के विरोध में या फिर हमारी आर्थिक परिस्थिति के बारे में, हमारे बच्चों के परिस्थिति या हमारे माता पिता की बातें क्यों ना हो या फिर हमारी अपनी बात क्यों ना हो या फिर हमारी आत्मिक जीवन भी क्यों ना हो, क्लेश या परखे जाना किसी भी प्रकार का क्यों ना हो, इसमें ऐसा प्रार्थना करना कि प्रभु मुझे इससे छुड़ाओ। इससे ज्यादा बेहतर ये होगा अगर हम प्रार्थना करेंगे परमेश्वर इस परिस्थिति में, ऐसी स्थिति में मेरे जीवन में ये कष्ट क्यों आया, तेरा उद्देश्य इसमें से क्या है, इस उद्देश्य को पहचानना हमारे जीवन में और उत्तम और बेहतर होगा।
അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പക്ഷേ ദൈവം പറയും, മോനെ, ഇത് നിന്റെ വിശ്വാസത്തിന്റെ പരിശോധനയുടെ ഒരു ഭാഗമാണ്, നിന്നെ പരീക്ഷിക്കുന്ന ഒരു സന്ദർഭമാണ്, അല്ലെങ്കിൽ നിന്റെ ക്രൂശിന്റെ ഒരു അനുഭവമാണ്, അല്ലെങ്കിൽ നിനക്ക് ഇതിലൂടെ ഒരു പുത്തൻ കാഴ്ചപ്പാട് ഞാൻ തരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ കൂടെ കടത്തിവിട്ട് നിന്നെ ഒരു പ്രത്യേകമായ ശുശ്രൂഷ മറ്റുള്ളവരുടെ ആശ്വാസം വേണ്ടി ഞാൻ ചെയ്യിപ്പിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നീ ഈ നാളുകളിൽ അത് നിഗളിക്കാൻ വളരെ സാധ്യതയുള്ളതായിട്ട് ഞാൻ കാണുന്നു, അത് വരാതിരിക്കാനാണ്. ഇതിലേറെങ്കിലും ഒന്ന് ദൈവം നാൽമ സംസാരിക്കും. ആ കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നമുക്ക് കൂടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. तो ऐसा जब होता है, ऐसा जब परमेश्वर से सवाल करेंगे तो परमेश्वर हमें जवाब देगा। बेटा बेटी, जो 6 बातें हमने सीखा था, परमेश्वर इनमें से एक को लेके हमें जवाब देगा। या तो वो बताएगा ये तेरा परखे जाने का समय है, नहीं तो बोलेगा ये तेरी परीक्षा की घड़ी है, नहीं तो बताएगा तू सलीब का मार्ग में चुन लिया इसलिए ये परीक्षा तेरे जीवन में आया, नहीं तो ये इसलिए होगा ताकि वो हमारे जीवन से घमंड को निकाल दे, या फिर इसलिए हमारे जीवन में है ताकि हमारे उस कष्ट के अनुभव के द्वारा हम दूसरों के लिए सांत्वना दे सके। ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെ അറിഞ്ഞു ആ നിലയിൽ നമുക്ക് ബലപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. परमेश्वर का धन्यवाद हो। ऐसे इस रीति से उस उत्तर के साथ हम बलवंत होकर हम आगे बढ़ सकते हैं। ആമേൻ. ആകയാൽ ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു വരാം. और परमेश्वर इसके लिए हमारी सहायता करे, ऐसा प्रार्थना करते हुए उस भाग को छोड़कर हमारी अगले भाग की ओर हम प्रवेश। അടുത്ത ഭാഗം വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. अगला भाग बहुत ही ध्यानपूर्वक आप लोग सुनना। ഇനി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ദൈവഹിതമല്ലാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില കഷ്ടങ്ങൾ. अब जो हम लोग सोचने वाले हैं परमेश्वर के मर्जी के खिलाफ या बिना अनुमति के जो हमारे जीवन में जो होता है, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം അനുവദിക്കാതെ പിശാച് ഏതാണ്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്നല്ല അതിന്റെ അർത്ഥം. इसका मतलब ये नहीं कि परमेश्वर की अनुमति के बगैर शैतान कुछ बातों को हमारे जीवन में लाएगा। ദൈവത്തിന് ഈ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ വരുത്താനായിട്ട് ഒട്ടും താല്പര്യമില്ല. എന്നാൽ നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം നിമിത്തം ദൈവം ഈ കഷ്ടത്തിലൂടെ കടന്നു പോകാൻ നമ്മളെ കടത്തിവിടാൻ ദൈവം നിർബന്ധിതനാകും. परमेश्वर नहीं चाहता कि ये कष्ट हमारे जीवन में आए, परंतु परमेश्वर का हमारे प्रति प्रेम के कारण इस कष्ट के द्वारा ले जाना अनिवार्य हो जाता है। കടിച്ചതുപോലെ ദൈവം നമ്മളെ വീണ്ടെടുത്തത് ഈ ലൗകിക ലോകത്തിലെ ഒരു അനുഗ്രഹത്തെക്കാൾ ഉപരിയായി ദൈവത്തോടൊപ്പം നിത്യത പങ്കിടാനായിട്ടാണല്ലോ. पिछले दिनों में हमने सीखा परमेश्वर ने जो हमारा उद्धार किया है वो इस संसार के लिए नहीं, लेकिन परमेश्वर के साथ उस अनंतता में बात करने के लिए, उसका वारिस बनाने के लिए है। ആമേൻ. ആ സാഹചര്യം നമ്മളെ കണ്ടിരിക്കുന്നത് കൊണ്ട് ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മൾ വ്യക്തിപരമായി പഠിച്ചാലും കർത്തൃദാസന്മാർ നമ്മളെ പഠിപ്പിച്ചാലും ആ സത്യം നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ വചനപ്രകാരം നിലനിൽക്കാൻ നമ്മൾ പലപ്പോഴും ഉദാസീനത കാണിക്കാൻ സാധ്യതയുണ്ട്. तो कई मर्तबा ये होता है प्रभु के दासों के द्वारा सिखाए जाने के बावजूद या वचन के द्वारा समझे जाने के बावजूद इसका प्रकाशन जो हमें मिला है, लेकिन कई बार परमेश्वर के उस वचन के अनुसार हमारे जीवन में वो बातें नहीं होता। इस कारण ദൈവത്തിന്റെ വചനം നേരിട്ട് പഠിക്കുമ്പോഴും കർത്തൃദാസന്മാരിലൂടെ നമ്മളെ ഉപദേശിക്കുമ്പോഴും ചില വചന സത്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചിട്ടും വേണ്ടതുപോലെ അതിനോട് അനുസരണമില്ലാതെ ഇരുന്നാൽ അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം ചില കഷ്ടതകളിൽ കൂടെ നമുക്ക് ബാലശിക്ഷ തരുവാനിടയായിത്തീരും. तो परमेश्वर के दासों के द्वारा समझाने के बावजूद, वचन के द्वारा उसका प्रकाशन मिलने के बावजूद कई मर्तबा उन वचनों का, आज्ञा का पालन बिल्कुल वैसा हम नहीं करते। इस वजह से, और क्योंकि परमेश्वर हमसे प्रेम रखता है और जैसा वचन में लिखा है कि वो अपने प्रियों को ताड़ना देता है, और इसलिए एक पिता के नाई ताड़नाएं देकर वो हमें चलाने के लिए कुछ कष्ट हमारे जीवन में देता है। അപ്പോൾ ഇങ്ങനെയുള്ള കഷ്ടങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ മൊത്തത്തിൽ ഒരു പേരിടാം, ദൈവം നൽകുന്ന ബാലശിക്ഷകൾ നമുക്ക് പേരിടാം. और ऐसी जो बातें प्रभु हमें देता है इसको हम लोग ताड़ना या सुधार का एक शिक्षा, ऐसा हम इसको एक नाम दे सकते हैं। എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 5 മുതൽ വായിക്കുമ്പോൾ ആ ബാലശിക്ഷയുടെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. इब्रानियों की पत्री 12वां अध्याय 5 से लेके जब पढ़ेंगे तो वहां पर यह ऐसी ताड़ना के बारे में दिया गया है। അതുപോലെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10 മുതൽ അതിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ഈ ബാലശിക്ഷയെ കുറിച്ച് കാണാനായിട്ട് കഴിയും.
और उसी तरह तीतोस 2 में 10 से लेकर भी हम इसी बात को देख सकते हैं। ആ തീത്തോസൻ ലേഖനത്തിലെ വാക്യം പലരും ചിലപ്പോൾ ശ്രദ്ധിക്കാൻ സാധ്യത കുറവാണ്. എല്ലാവരും അല്ല, പലരും ശ്രദ്ധിക്കാൻ സാധ്യത കുറവുള്ളത് കൊണ്ട് ഞാനതൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. तीतोस में जो वचन है वो कई मर्तबा सब लोग नहीं, बहुत से लोग इसको छोड़ देते हैं, इसलिए तीतोस में से पढ़ना चाहेंगे। 11 വാക്യം മുതൽ വായിക്കുമ്പോൾ, തീത്തോസ് 2:11 മുതൽ വായിക്കുമ്പോൾ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. तीतोस 2:11, क्योंकि परमेश्वर का वह अनुग्रह प्रकट है जो सब मनुष्यों के उद्धार का कारण है। അടുത്തത്, നമ്മളെ എന്തിനായി കർത്താവ് രക്ഷിച്ചു എന്ന് പറയുന്നു. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് എന്നവിടെ പറയും. और उसके बाद हमें क्यों उद्धार किया गया है, वो हमारे परमेश्वर की उस महिमा के लिए, उस महिमा में प्रकट होने के लिए हमें बुलाया गया है, ऐसा वहां लिखा है। ആ അനുഭവം നമ്മൾ പ്രാപിക്കേണ്ടതിന് ഏത് നിലയിൽ നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ് 13 വാക്യം പറയുന്നത്. സകല ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ നമ്മൾ ജീവിക്കണം. और इसी बात को वहां पर हिंदी में 12वें आयत में है कि हम अभक्ति और सांसारिक अभिलाषाओं के मन को फेर कर इस युग में संयम और धर्म और भक्ति से जीवन को बिताए। കഴിഞ്ഞ ദിവസം പഠിച്ചതുപോലെ നാം നിത്യതയിൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നതിന് വേണ്ടിയുള്ള യോഗ്യതകളാകുന്ന ഒരു സ്റ്റാറ്റസിൽ വേണം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുക. पिछले दिनों में जैसे याद दिलाया, स्वर्ग की बातों को हमें पाने के, स्वर्ग के हम वारिस से इस बात को समझकर उसी स्थिति में हमको इस संसार में जीवन को व्यतीत करना है। അതിന് സകല ഭക്തികേടുകളും നമ്മൾ ഉപേക്ഷിക്കണം. उसके लिए तमाम अभक्ति को हमें छोड़ देना है, സകല പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. सांसारिक अभिलाषाओं को त्यज करना है। ഈ ലോകത്തിൽ നമ്മൾ ആരാണ്, എങ്ങോട്ട് പോകാനുള്ളവരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സുബോധത്തോടെ നമ്മൾ വസിക്കണം. और इस संसार में हम कौन है और हम कहाँ जा रहे हैं, इस विवेक के साथ हमको जीना है। അതിൽ തന്നിരിക്കുന്ന നീതിയുടെ വചനങ്ങളെ കുറിച്ചുള്ള ബോധ്യത്തോടെ നമ്മൾ ജീവിക്കണം. और उसमें जो न्याय और धर्म की वचन दिया है, उस वचन के विवेक के साथ हमको जीना है। ഇവിടെ പറയുന്ന ഈ ക്വാളിഫിക്കേഷൻ എല്ലാം നമുക്ക് ഉണ്ടായിരിക്കണമെന്നാണ് നിത്യതയിലേത് പ്രാപിക്കാൻ വേണ്ടി. और यहाँ पे जो भी लिखा गया, ये योग्यता हमारे जीवन में होना है हमें अनंतता को पाने के लिए। എന്നാൽ ചിലരും ഭക്തിയോടെ ജീവിക്കത്തില്ല, ഭക്തിക്ക് കേടുവരുത്തുന്നത് കാണിക്കുവാനിടയായിത്തീരും. और इसलिए बहुत लोग भक्ति से तो नहीं जीते, लेकिन अभक्ति उनके जीवन में आ जाता है। ചിലര് പ്രപഞ്ചമോഹം വിടാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. और कुछ लोगों को सांसारिक अभिलाषाओं को छोड़ना बहुत मुश्किल हो जाता है। ചിലര് അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കാതെ അവര് സുബോധമില്ലാതെ ലോകത്തിൽ കേവലം ലോകമനുഷ്യനെ പോലെ പെരുമാറാൻ സാധ്യതയുണ്ട്. और कुछ लोग अपने बुलावट और चुने जाने को विस्मरण करते हुए सांसारिक लोगों की तरह अपनी जीवन को बिताते हैं, जैसे उनमें कोई विवेक ना हो। അനേക തവണ ദൈവത്തിന്റെ വചനം നമ്മളെ ഉപദേശിക്കുന്നു. കർത്തദാസന്മാർ നമ്മളെ കാണുമ്പോഴും മീറ്റിംഗിന് വരുമ്പോഴും ഒക്കെ ദൈവാത്മാവിൽ അവർ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. कई मर्तबा परमेश्वर हमें बातों को समझाता है और प्रभु के दास लोग मीटिंग में आत्मा से प्रेरित होकर बहुत सी बातों को हमें बताते हैं। കേവലം എന്റർടൈൻമെന്റ് പോലെ കൂട്ടായ്മ വന്നു പോകുന്നതിനപ്പുറത്ത് ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തെ കുറിച്ച് വേണ്ടതുപോലെ പെയിൻ എടുക്കാൻ കഴിയുന്നില്ല. केवल मौज के जैसा एक संगतियों में आकर जाने से अधिकतम एक दर्द या एक बोझ के साथ लोग इसको नहीं करते। പക്ഷേ ദൈവത്തിന് ഇവരെ തള്ളിക്കളയാനും മനസ്സില്ല. ഇവരെ നിത്യസ്നേഹം കൊണ്ട് സ്നേഹിച്ച ദൈവകൃപയിലേക്ക് കൊണ്ടുവന്നതുമാണ്. लेकिन परमेश्वर इनको छोड़ भी नहीं सकता, त्याग नहीं सकता, क्योंकि अनंत प्रेम से प्रेम करके इन्हें इसमें लाया है। അപ്പൊ എങ്ങനെ ദൈവം ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി ഇല്ലാതെ കൊണ്ട്, ആ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ അവരെ നിത്യത്തിലേക്ക് ചേർക്കാൻ കഴിയത്തില്ല. तो परमेश्वर का जो मापदंड है या योग्यता है, उसको छोड़कर इन्हें तो वहां पर उस अनंतता में प्रवेश भी नहीं करा जा सकता। അപ്പോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കർത്താവ് സ്നേഹിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ, ആ വചനത്തിൽ നിന്ന് അകലം വിട്ട് ജീവിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളെ ശിക്ഷയുടെ വടി കൊണ്ട് ദൈവം ചിലപ്പോൾ കൈകാര്യം ചെയ്തിട്ടായിട്ട് വരുന്നു. तो ऐसे संदर्भ में जो परमेश्वर के लोग वचन के अनुसार अपने जीवन को नहीं जीते, इन लोगों को अपनी ताड़ना की छड़ी से परमेश्वर सुधारता है। ഇതിനെ കുറിച്ച് പ്രസ്താവിക്കുന്ന അനേക വേദവാക്യങ്ങൾ വചനത്തിലുണ്ട്. इसके बारे में कहने वाले बहुत से वचन प्रभु के इस कलाम में है। സങ്കീർത്തനം 68:6 അതിന്റെ ലാസ്റ്റ് ഭാഗം, അവസാന ഭാഗം വായിക്കാം. ബി പാർട്ട്. भजन संहिता 68 उसका 6 उसका दूसरा भाग.
എന്നാൽ മത്സരികൾ വരണ്ട ദേശത്തെ പാർക്കുന്നു. परंतु हठीलों को सूखी भूमि पर रहना पड़ता है। ആമേൻ. വായിക്കുന്ന ഭാഗം നമ്മൾ വിഷയത്തോട് ബന്ധപ്പെട്ട് അധികം വരാത്തത് കൊണ്ട് ആ ഭാഗം വായിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. അവിടെ വായിക്കുന്നത് ദൈവം ഏകാഗിയുടെ കുടുംബത്തിൽ വസിക്കുമാറാക്കുന്നു, അവൻ ബദ്ധന്മാരെ വിടുവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു, എന്നാൽ മത്സരികളെ വരണ്ട ദേശത്ത് പാർപ്പിക്കുന്നു. उसका पूरा आयत ऐसा है, परमेश्वर अनाथों का घर बसाता है और बंधुओं को छुड़ाकर भाग्यवान करता है, परंतु हठीलों को सूखी भूमि पर रहना पड़ता है। ആമേൻ. വാക്യങ്ങൾ വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു പോകട്ടെ. वचन पढ़ने के लिए इच्छा है, लेकिन क्योंकि बहुत अड़चने हैं इसलिए जल्दी जल्दी बताकर जाना चाहूंगा। ആമേൻ. ചില ആളുകളുണ്ട് ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുന്നവരാണ്. कुछ लोग हैं परमेश्वर के वचन के खिलाफ वो हठीले होते हैं। ഒരു വചനം എനിക്ക് ദൈവം ബോധ്യപ്പെടുത്തി തന്നിട്ടും അത് വേണ്ടതുപോലെ ഏറ്റെടുത്ത് അനുസരിക്കാൻ ഞാൻ പെയിൻ എടുക്കുന്നില്ലെങ്കിൽ ആ വചനത്തോട് ഞാൻ മത്സരിക്കുന്ന വ്യക്തിയാണ്. एक वचन मुझे प्रभु ने समझा कर दिया, प्रकाशन मिला, उसके बावजूद भी उसका पालन अगर मैं नहीं करता तो मैं हठीला हूँ। അപ്പോൾ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി വരണ്ട അനുഭവത്തിലൂടെ നടത്തുവാനിടയായിത്തീരും. तो परमेश्वर मुझे पुनर्स्थापन करने के लिए मुझे ऐसे सूखे मार्ग में चलाएगा। ചിലർക്ക് സാമ്പത്തിക വരൾച്ച ചിലരേത് മാറത്തില്ല. कुछ लोगों की आर्थिक जो बातें हैं वो कभी बदलता नहीं। ചിലരുടെ ശരീരത്തിൽ നിന്ന് ചില രോഗങ്ങൾ ഒരിക്കലും വിട്ടുമാറാത്ത നിലയിൽ ഒന്നിനു പുറകെ ഒന്നെന്നതുപോലെ ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. कुछ लोगों के शरीर जो है, उनके शरीर से बीमारी जो है एक के पीछे एक ऐसा आता रहेगा। മുമ്പേ നമ്മൾ ചിന്തിച്ചതുപോലെ ഭൂമിയിൽ നമുക്ക് കഷ്ടമുണ്ടെന്ന് വരികിലും എല്ലാ കഷ്ടങ്ങളും ദൈവം ഉദ്ദേശിക്കുന്ന കഷ്ടങ്ങളല്ല. जैसे हमने पहले सोचा संसार में कष्ट है, लेकिन तमाम कष्ट परमेश्वर की इच्छा के अनुसार मर्जी से नहीं है। നമ്മൾ ആദ്യം പഠിച്ചു ജോസഫിന്റെ കഷ്ടമെന്ന് പഠിച്ചു. हमने यूसुफ का कष्ट को हमने सीखा। ഇത് ജോസഫിന്റെ കഷ്ടമല്ല, ये यूसुफ का कष्ट नहीं है, പകരം ഞാൻ ഇങ്ങനെ വരട്ടെ, ഇത് യാക്കോബിന്റെ കഷ്ടമാണ്. ये याकूब का कष्ट है। യാക്കോബിന്റെ കഷ്ടങ്ങൾ ഒന്നും ദൈവഹിത പ്രകാരമുള്ള കഷ്ടമായിരുന്നില്ല. याकूब का कोई भी कष्ट परमेश्वर की इच्छा के अनुसार वाला नहीं था। ദൈവമക്കൾ ഈ വേദഭാഗങ്ങൾ വളരെ പഠിക്കണം. ये वचन के भागों को आप लोग सीखना, പഠിച്ചവർ അത് പിന്നെയും ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തിയെടുക്കണം. और जिन्होंने पढ़ा है फिर से अपने हृदय में इसको स्थिर करना। തന്റെ മാതാവ് തന്നെ ഉദരത്തിൽ വഹിക്കുന്ന സമയത്ത് തന്നെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം മാതാവിന് വെളിപ്പെടുത്തിയതാണ്. उसकी माँ ने जब उसको अपने कोख में पाल रही थी, उसी समय में परमेश्वर ने इसका जन्म के बारे में उसको बताया था। ഇസഹാക്കപ്പച്ചന്റെ ഭാര്യയായിരിക്കുന്ന റിബേക്ക അമ്മച്ചി ഉദരത്തിൽ ഈ മകനെ അതേ വഹിച്ചുകൊണ്ട് നടക്കുന്ന ആ ക്യാരിങ് സ്റ്റേജില് തനിക്കുണ്ടായ ശരീരത്തിന്റെ അസ്വസ്ഥ നിമിത്തം ദൈവത്തോട് ചോദിക്കാൻ ചെന്നാണ് വായിക്കുന്നത്. और वहां पर हम ऐसा पढ़ते हैं, जो इसहाक की पत्नी है, उन्होंने जब गर्भवती थी उस समय में अपनी पीड़ा के बारे में परमेश्वर से पूछा। ഇന്ന് നമ്മുടെ സഹോദരിമാർ ചിലര് സ്കാനിങ്ങിന് പോകുന്നത് പോലെ അന്ന് ദൈവത്തോട് ചോദിക്കാനായിട്ട് ചെന്നു. आज हमारी बहन लोग जैसे स्कैनिंग के लिए जाते हैं, उस समय वो माँ ने परमेश्वर को पूछा। അപ്പൊ ദൈവം പറഞ്ഞു, നിന്റെ ഉള്ളിൽ കിടക്കുന്നത് 2 ടിൻസ് ആണ്. तो परमेश्वर ने कहा तेरे अंदर जुड़वे है। അപ്പൊ അതിൽ ഇളയവനെ മൂത്തവൻ സേവിക്കും, और उसमें से छोटा है उसे धीट जो है वो उसकी सेवा करेगा। അപ്പൊ ജനിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള തന്റെ സ്ഥിതിയെ കുറിച്ച് വരെ ദൈവത്തോട് ആലോചന പറഞ്ഞു കൊടുത്തു. और जन्म लेने के बाद की उसकी स्थिति तक वहां पर परमेश्वर ने उनको सलाह दिया। ദൈവം നമ്മളോട് ഒരു അരുളപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റാനായിട്ട് നമ്മുടെ ഷോർട്ട് കട്ടിന്റെ ആവശ്യമില്ല. परमेश्वर ने अगर हमें कोई आलोचना प्रतिज्ञा दिया है, उसको पूरा करने के लिए हमारा मार्ग से हमें कुछ करने की जरूरत नहीं है। അതിന്റെ പേരിൽ നമ്മൾ ഒരു വ്യാജമോ ഒരു കള്ളമോ പോലും പറയേണ്ട ആവശ്യമില്ല. और उसके लिए हमें कोई झूठ या कोई गलत काम करने की कोई जरूरत नहीं। ദൈവത്തിന്റെ പ്രവചനങ്ങൾ നിറവേറാനായിട്ട് നമ്മളൊരു ഘോഷ് കൂടെ പറയണമെന്ന് ദൈവം ഒരിക്കലും പറയുന്നവനല്ല. परमेश्वर की भविष्यवाणियों को पूरा होने के लिए हमें हमारी तरफ से झूठ कहना है, ये परमेश्वर कभी इच्छा नहीं करता। സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായാലും ആ കാര്യം ഒരിക്കലും നടക്കത്തില്ലെന്ന് തോന്നത്തക്ക നിലവാരത്തിലൂടെ നമ്മൾ നടന്നെന്ന് പറഞ്ഞാലും വചനപ്രകാരം നിലനിൽക്കുക വേണ്ടു. ദൈവത്തിന്റെ സമയമാകുമ്പോൾ അത് സംഭവിച്ചുകൊള്ളും.
परमेश्वर के सामने अगर कितना भी हमको प्रतिकूल परिस्थिति क्यों ना हो, वो प्रतिज्ञा कभी पूरा ना हो, ऐसा हमको लगे, बिल्कुल कोई आशा भी नहीं हो, हमें केवल इतना ही करना है, वचन के अनुसार आज्ञा को पालन करते हुए जब हम आगे बढ़ते हैं तो परमेश्वर के सही समय पर वो प्रतिज्ञा हमारे जीवन में पूरा होगा। അതിന് മുഖ്യ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പഠിച്ച യോസഫ്. और उसका एकदम अहम एक नमूना है, पिछले दिनों में हमने यूसुफ के बारे में जो सीखा। ആമേൻ. യോസഫിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവം കാണിച്ചുള്ള സ്വപ്നത്തിലൂടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ആമേൻ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയുണ്ടായി. यूसुफ की छोटी आयु में ही परमेश्वर उसके साथ क्या करने वाला है इस बारे में स्वप्न के द्वारा उसको समझा दिया था। എന്നാൽ ആ സ്വപ്നം നിറവേറാൻ വേണ്ടി താനായിട്ട് ഒരു കാര്യവും ചെയ്യാതെ ദൈവം തന്നെ നടത്തിയ വഴിയിലൂടെ തന്നെ താൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നു. लेकिन उस स्वप्न को पूरा करने के लिए यूसुफ ने कभी भी अपना मार्ग को नहीं चुना, बल्कि परमेश्वर जो मार्ग में उसे चलाया वो मार्ग में वो चलता रहा। ആമേൻ. അതെ ഓരോ സന്ദർഭങ്ങളിലും താൻ ദൈവത്തോട് വിശ്വസ്തനായിരിക്കാൻ മാത്രം ആഗ്രഹിച്ചു. हर एक समय में वो परमेश्वर के प्रति केवल विश्वास योग्य बनना चाहा। ദൈവത്തിന്റെ കൂട്ടായ്മ തന്നെ വിട്ടുപോകാത്ത നിലയിൽ തന്നെ നിലനിൽക്കുവാൻ താൻ ആഗ്രഹിച്ചു. और परमेश्वर की संगति उससे अलग ना हो, इस तरह वो जीवन को बिताना चाहा। അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയത്തക്ക നിലയിൽ കാര്യങ്ങൾ തിരിഞ്ഞുകുത്താനിടയായി തീർന്നു. लेकिन अनुभवों को अगर देखे तो उसके जीवन में जो परिस्थिति थी, जो प्रतिज्ञा, जो स्वप्न उसने देखे थे वो कभी पूरा ना होगा, ऐसा स्थिति, उस विपरीत परिस्थिति में सब कुछ चल रहा था। ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന രാജാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളിന്റെ ഭവനത്തിൽ നിന്ന് തന്നെ ഒരു ക്രിമിനലാക്കി കുറ്റം ചുമത്തി ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന അനുഭവം വന്നിരിക്കുകയാണ്. अब उस राजा का जो एक बहुत ही खास एक मुलाजिम है, उसी के घर में से उसके ऊपर एक ऐसा प्रवृत्ति के ऊपर दोष लगाकर उसे बंदी गृह में डाला गया। അവിടെയും ദൈവത്തിന്റെ കൂട്ടായ്മയിൽ പാപം ചെയ്യാതെ വചനത്തിന്റെ നീതിയിൽ തന്നെ താൻ ഉറച്ചു നിന്നു. वहां पर भी पाप ना करते हुए परमेश्वर के वचन के न्याय में वो कायम रहा। ആമേൻ. എന്നാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു മറിയാൻ തുടങ്ങി. लेकिन कुछ समय के उपरांत हम देखते हैं सब कुछ उलट फेर होने लगा। പെട്ടെന്ന് കാര്യങ്ങൾക്ക് ചില നീക്കുപോക്കുകൾ ദൈവം വരുത്തുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. जल्दी से उसके बातों में थोड़ा बदलावट वहां पर होने लगा। തന്നെ തകർക്കുവാൻ വേണ്ടി ശത്രു ഉപയോഗിച്ച മാർഗത്തിലൂടെ തന്നെ താൻ യോഗ്യനെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ സ്വപ്നം നിറവേറുന്ന അനുഭവത്തിലേക്ക് ദൈവം തന്നെ നടത്തുവാനിടയായി തീർന്നു. जिस मार्ग में शैतान उसका नाश करने को इच्छा किया, उसी मार्ग के द्वारा उसके स्वप्न को, प्रतिज्ञाओं को पूरा करने के मार्ग को परमेश्वर ने खोला। തന്റെ വല്യപ്പച്ചനായിരിക്കുന്ന ആമേൻ യാക്കോബ് ഏതാണ്ട് ഈ നിലയിൽ തന്നെ തന്റെ ഈ കാര്യത്തിൽ നിലനിന്നാ മതിയായിരുന്നു. और उसका दादा जो है, परदादा जो है याकूब, वो भी अपने मार्ग में बिल्कुल इसी तरह खड़े होना था। ആമേൻ. എന്നാൽ താൻ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു. लेकिन वो इसमें विफल रहा। അത് തന്റെ ബുദ്ധിയുടെ പ്രമാണം ഉപയോഗിച്ചു. उसने अपने दिमाग का प्रमाण, उस व्यवस्था को उसने इस्तेमाल किया। ഇസ്രായേൽ ചരിത്രം പഠിച്ചാൽ എവിടെ ബുദ്ധിയുടെ പ്രമാണം പ്രയോഗിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം വ്യക്തികൾ പരാജയം അനുഭവിച്ചിട്ടുണ്ട്. इस्राएल के इतिहास को अगर हम पढ़ेंगे, जहां पर भी उन्होंने अपने बल का या अपने दिमाग का इस्तेमाल किया, उन तमाम जगहों पर वो पराजित हुए हैं। ഒരിക്കലും ദൈവാലോചനയുടെ കൂടെ നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം കൂടെ ചേർക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ബുദ്ധി ദൈവം തരുന്ന ബുദ്ധിയായി തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം ദൈവം ആഗ്രഹിക്കുന്നു. कभी भी परमेश्वर की आलोचना के साथ हम हमारी दिमाग का इस्तेमाल करें, ये प्रभु इच्छा नहीं करता। परमेश्वर जो चलाता है उसी मार्ग में हमको चलना है। ആമീൻ. ആമീൻ. അങ്ങനെ യാക്കോബ് തന്റെ ജീവിതത്തിൽ തന്റേതായ ബുദ്ധിയുടെ പ്രമാണം ഉപയോഗിച്ചുകൊണ്ട് ഇതാ ജ്യേഷ്ഠാവകാശം കൈക്കലാക്കുന്നു, അപ്പന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം അടിച്ചു മാറ്റുന്നു, ഒടുവിൽ ഭവനത്തിൽ നിൽക്കുവാൻ കഴിയാതെ വീട് വിട്ട് ഓടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. तो वहां पर हम देखते हैं याकूब जो है अपने पिता से गलत तरीके से आशीर्वाद को वो अपने ऊपर लेता है। बिल्कुल वैसे ही अपने जेठ भाई से उसका जो जेठ होने का अधिकार है, वो अधिकार भी वो अपने वश में कर लेता है। और इस सब के होने के बाद वो अपने घर में ठहर नहीं सकता, ऐसी अवस्था हो जाता है और वो घर से निकल पड़ता है। ആമീന്റെ 12 മക്കളെയും ജോസഫിന്റെ മക്കളെയും കരം വെച്ച് അനുഗ്രഹിച്ചിട്ട് ഒരു പ്രവാചകനെ പോലെ ദൈവാത്മാവിൽ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ദൈവത്തിന്റെ പ്രഭുവായിട്ട് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടവൻ ഇപ്പോൾ ഏതുമില്ലാത്തൊരു അനുഭവത്തിലായിത്തീരും.
अब यहाँ पर जो इस्राएल के 12 लोगों को, 12 संततियों को हाथ रखकर आशीष देने वाला और परमेश्वर का एक प्रभु होकर यहाँ से रुखसत होने वाला व्यक्ति यहाँ पर कोई भी नहीं है। ऐसा घर भी नहीं, ठिकाना भी नहीं, ऐसा अब घूम रहा है। എന്നാൽ തന്റെ സ്വഭാവത്തിലെ അവിശ്വസ്തതകൾ നിമിത്തം ദൈവത്തിന് തന്നെ തള്ളിക്കളയാൻ പദ്ധതിയില്ലാഞ്ഞതുകൊണ്ട് ആമേ എന്ത് ചെയ്തു? അനേക ബാലശിക്ഷകളിലൂടെ തന്നെ കടത്തിവിട്ടു. लेकिन परमेश्वर की दया से, क्योंकि परमेश्वर अपनी योजना से वो याकूब को अलग नहीं कर सकता था, इसीलिए परमेश्वर ने बहुत सी ताड़नाएं दिया उसको सुधारने के लिए। ഒടുവിൽ ഒരു മുടന്തനായി വടിയിൽ ചാരി നിന്നുകൊണ്ട് തലമുറകളെ അനുഗ്രഹിക്കേണ്ട അവസ്ഥ വരെ തനിക്ക് നേരിട്ടു. आखिर में एक लंगड़ा होकर एक छड़ी की सहारा लेकर अपने बच्चों को उसको आशीष देना पड़ा। ദൈവം തന്നെ തള്ളിക്കളഞ്ഞില്ലെന്നുള്ളൊരു സത്യം, परमेश्वर ने उसको त्याग नहीं दिया, वो एक सच है। എന്നാൽ യഥാസ്ഥാനത്തിന് വേണ്ടി അനേക അനുഭവങ്ങൾ കൂടെ കടത്തിവിട്ടു. ഒടുവിൽ യാബോ കടവിങ്കൽ നിലവിളിയോടെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കേണ്ടതായിട്ടും വന്നു. और वहां पर हम देखते हैं, लेकिन प्रभु ने उसको छोड़ा नहीं, अनवधि अनेक कष्ट के द्वारा उसे ले गया और आखिर में याबोक नदी के वहां पर रात भर उसको परमेश्वर के सामने रोना पड़ा। അതെ, മത്സരികളെ ദൈവം വരണ്ട ദേശത്ത് പാർപ്പിക്കുന്നു. वो हटीलों को या विरोधियों को जो है परमेश्वर सूखे मार्ग में चलाता है। हमें വചനത്തോട് മത്സരം, परमेश्वर के वचन के साथ लड़ाई, അതെ ഭവനത്തിനകത്ത് മത്സരം, घर के अंदर हटीलापन, പലയിടത്തും മത്സരം, अलग अलग जगहों पर ऐसा ही बात। ഇവരുടെ ജീവിതം പഠിച്ചാൽ ജീവിതത്തിൽ പലയിടങ്ങളിലും ഒരു വരൾച്ച അനുഭവിക്കുന്നത് കാണാൻ കഴിയും. और उनके जीवन में अगर हम देखें तो जीवन के अनेक पहलुओं में एक सूखापन को हम देखेंगे। എന്ന് ആ കാര്യങ്ങളുടെ മേൽ ഒരു വിരാമം കുറിക്കുമോ അന്ന് മാത്രമേ ദൈവത്തിന്റെ വിടുതൽ അവർക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. लेकिन जिस दिन वो अपने इस स्वभाव को वो रोक देंगे, त्याग देंगे, उसी दिन परमेश्वर का अनुग्रह वो पाएंगे। ശൗമേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ ശൗലിനോടുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് പറയുന്ന മത്സരം ആഭിചാര ദോഷം പോലെയാണ്. शमूएल की किताब में हम पढ़ते हैं, शाऊल के संबंधित में वहां पर ये लिखा है कि ऐसा जो हटीलापन है वो आभिचार के जैसा, जादू टोने के जैसा है। ശാഠ്യം മിഥ്യാപൂജ പോലെയാണെന്ന് അവിടെ വായിക്കുന്നു. और हटीलापन जो है मूर्ति पूजा की तरह है। 107 സങ്കീർത്തനത്തിന്റെ 10 മുതൽ വായിക്കുമ്പോൾ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് ദൈവം പറയുന്ന വാക്കുകളുണ്ട്. भजन संहिता 107 को जब हम देखते हैं, वहां पर भी इस्राएल के संबंधित कुछ बातों को परमेश्वर कहता है। 107 10 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവർ ദൈവത്തിന്റെ വചനത്തോട് മത്സരിക്കുകയും അത്യുന്നതന്റെ ആലോചനയെ നിരസിക്കുകയും ചെയ്തിട്ട് അവർ ഇരുളിലും അന്ധതമസിലും ഇരുന്നു. 107 उसका 10 को हम देखते हैं, वो अंधकार और मृत्यु की छाया में बैठे और दुख के पेड़ में भेड़ियों से जकड़े हुए थे, क्योंकि इस्राएल के वचनों को उन्होंने विरोध में चले। അരിഷ്ടതയാലും ഇരുമ്പ് ചങ്ങലയാലും ബന്ധിക്കപ്പെട്ടവർ അവരുടെ ഹൃദയത്തെ അവൻ കഷ്ടത കൊണ്ട് താഴ്ത്തി. और वहां पर ये भी लिखा है कि वो उनको पैरों को भेड़ियों से डाल दिया और वो ठोकर खाए। അവർ ഇടറി വീണു, സഹായിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. और वो ठोकर खाकर गिर पड़े और उनको कोई सहायक ना मिला। അടുത്തവരുടെ മാനസാന്തരത്തെ കുറിച്ച് പറയുന്നു, അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചു. और उसके बाद उनके मन फिराव के बारे में कहा जाता है, उसके 13वें आयत में, जब उन्होंने संकट में यहोवा की दुहाई दी और उसने सकेती से उनका उद्धार किया। അതുകൊണ്ട് 81 സങ്കീർത്തനത്തിൽ ദൈവം ഒരു നിലവിളിയോടെ പറയുന്ന ഒരു വാക്യം കാണുന്നു. और इसीलिए 81 वचन संहिता में परमेश्वर वहां पर रोककर एक बात कहता है, उसको हम देख सकते हैं। അയ്യോ എന്റെ വാക്ക് കേൾക്കുകയും, അതിന്റെ 13 വാക്യത്തിൽ അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. यदि उसका 13वां आयत, यदि मेरी प्रजा मेरी सुने, यदि इस्राएल मेरे मार्ग पर चले तो अच्छा होता। എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു, അവരുടെ വൈരികളെ നേരെ എന്റെ കൈ നീട്ടുമായിരുന്നു. तो मैं क्षण भर में उनके शत्रुओं को दबाऊं और अपना हाथ उनके दुहाइयों के विरोध में चलाऊं। യഹോവയെ പകയ്ക്കുന്നവർ അവർക്ക് കീഴടങ്ങുമായിരുന്നു, എന്നാൽ അവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. यहोवा की बैरी तो उसके दश में हो जाते और वे सदाकाल बने रहते। അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. वो उत्तम से उत्तम गेहूं खिलाता। ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുമായിരുന്നു. और मैं चट्टान में के मधु से उनको तृप्त करूं। അനേക ദൈവമക്കളുടെയും കാര്യത്തിൽ അവരുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലെ വരൾച്ചകൾ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്.
कई मसीह लोगों के जीवन से उनके सूखापन को हटाने के लिए परमेश्वर इच्छा करता है, അവരുടെ ചില ഉദാസീനതകൾ നിമിത്തം ദൈവത്തിന് പലപ്പോഴും അവരെ സഹായിക്കാൻ കഴിയുന്നില്ല. लेकिन उनके आत्मिक जीवन के आलसता की वजह से कई बार उस रीति से परमेश्वर उनको आशीष नहीं दे पाता। ആരെങ്കിലും ദൈവത്തിന്റെ സത്യത്തിൽ നിന്ന് അല്പമെങ്കിലും ഹൃദയം കൊണ്ട് അകന്നു നടക്കുന്നവരുണ്ടെന്ന് വരികിൽ ഒരു ആത്മീയ യഥാസ്ഥാനത്തിനായി ഇന്ന് രാത്രി ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവൻ ഒരു വിടുതലിന്റെ പൽക്കാലമായി തീരുവാൻ സാധ്യമാണ്. अगर कोई परमेश्वर के वचन से भटक कर अपने हृदय से अगर दूर है तो अब वो समय है अपने आप को मन फिरा कर परमेश्वर की ओर में लौटाने के लिए, परमेश्वर की बातों को आज्ञा को मानते हुए आगे चलने का ये समय है। ദീർഘകാലങ്ങളായിട്ട് അനുഭവിക്കുന്ന ജീവിതത്തിലെ ചില ഗതികൾ മാറുവാൻ ഈ ഒറ്റ നിമിഷത്തെ തീരുമാനവും പ്രതിഷ്ഠയും ധാരാളം മതിയായെന്ന് വന്നേക്കാം. लंबे अरसे से जो आप लोग के जीवन में सूखा और कष्ट का अनुभव आप कर रहे हैं, वो बदलने के लिए शायद ये क्षण, ये एक पल काफी है। സകല ദൈവത്തോടും ദൈവഹിതത്തിനോടുമുള്ളതായ സകല മത്സരങ്ങളും അവസാനിപ്പിക്കാം. परमेश्वर के प्रति और तमाम आत्मिक बातों के प्रति जो विद्रोह है, जो हटीलापन है, उसको आप बंद करें। ഒരു പോഷയെ പോലെ ദൈവഹിതത്തിനായി നമ്മളെ എപ്പോഴും സമർപ്പിച്ചുകൊണ്ടിരിക്കുക. एक मूर्ख की तरह हमेशा परमेश्वर की इच्छा के लिए समर्पण करता रहे। പലരുടെയും പല കാര്യങ്ങളുമേലും ദൈവം ചില അഭിവൃദ്ധികളും നന്മകളും അതേ മെച്ചപ്പെട്ട സ്ഥിതികളും അതേ നൽകി കൊടുക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. परमेश्वर तो बहुत से लोगों को बहुत से आशीष और बहुत सी अभिवृद्धि और बहुत सी उद्धारों को करना चाहता है। പാർക്കുന്ന ചുറ്റും ശത്രുക്കളുടെ നടുവിലാണെങ്കിലും ആ ശത്രുക്കളുടെ മധ്യത്തിൽ മേശയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നവനാണ്. हो सकता है हम बैरियों के बीच में उनसे घिरे हुए हो, लेकिन उसके बीच में भी वो हमारे लिए मेज बनाना चाहता है। കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ എന്ന് പറയുന്ന പോലെയുള്ള അതേ കാളക്കൊമ്പുകൾക്കിടയിൽ എന്ന് പോലെ വരുന്ന ഡയലോമായിലാണെങ്കിലും അവിടുന്ന് വിടിവിക്കുവാൻ ദൈവത്തിന് കഴിയും. जंगली सांड के बीच में क्यों ना हो, लेकिन उन जंगली सांड के सींगों के बीच में हो तो भी उसके बीच में से भी परमेश्वर बचा सकता है। അപ്പോൾ തിരികിതമല്ലാത്ത കഷ്ടങ്ങളിൽ ഏറ്റവും ഒന്നാമതായി നമ്മൾ പഠിച്ചു മത്സരമാണ് ചില തിരികിതമല്ലാത്ത കഷ്ടങ്ങളിൽ ഒന്നിന് കാരണം. तो परमेश्वर के मर्जी के खिलाफ जो कष्ट हमारे जीवन में आता है, उसका सबसे पहला कारण हमने सीखा हटीलापन या विद्रोह करना। അടുത്തൊരു വാക്യം ഞാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. दूसरा वाक्य जल्दी से कहकर समाप्त करना चाहूंगा। രണ്ടാമത്തേത് ചില ദൈവസ്നേഹത്താലും നന്ദിയാലും നിറഞ്ഞ് ഹൃദയത്തിൽ നിറഞ്ഞ് മനസ്സ് തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നില്ല. कुछ लोग परमेश्वर का धन्यवादी होकर अपने मन से भर के परमेश्वर की स्तुति और धन्यवाद नहीं करते। ആരാധനയിൽ വളരെ മാന്യമുള്ളവരായി തീർന്നിരിക്കുന്നു. आराधना में बहुत ही आलसी बन चुके हैं। പഴയ നിയമത്തിൽ പോലും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇസ്രായേലിന്റെ ഫറവോന്റെ അതേ അടിമത്തിൽ നിന്ന് വിടിവിക്കുവാനായിട്ട് ദൈവാത്മാവ് മോശയിലൂടെ ആർഗ്യുമെന്റ് നടത്തിയതിന്റെ പ്രധാന വിഷയം എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കുക എന്നാണ്. पुराना नियम में भी हम देखते हैं इस्राएल के लोगों को मिस्र से छुड़ाने के लिए जब मूसा के नेतृत्व में फरोह के साथ बात करने के लिए भेजा गया, तो उसके साथ प्रथम बात यही था, मेरे लोग को, मेरी प्रजा को मेरी दंडवत और आराधना करने के लिए उन्हें छोड़ दे, उन्हें भेज दे। യോഹന്നാന്റെ സുവിശേഷം 4:23-24 വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ദൈവം തന്റെ ദൈവത്തെ ആരാധിക്കുവാൻ എത്രമാത്രം താല്പര്യപ്പെടുന്നതിനെ കുറിച്ച് വ്യക്തമാക്കുന്നു. यूहन्ना 4:23-24 में हम देखते हैं नया नियम के लोग जो है परमेश्वर की कितना आराधना करना है और उसमें परमेश्वर कितना इच्छा रखता है। ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ദൈവത്തെ ആരാധിക്കുന്നവർ അങ്ങനെയുള്ളവരായിരിക്കണമെന്ന് സ്വർഗം ഇച്ഛിക്കുന്നു എന്നവിടെ പറയുന്നു. वहां पर ऐसा लिखा है यूहन्ना का सुसमाचार 4:24, परमेश्वर आत्मा है और अवश्य है कि उनके भजन करने वाले आत्मा और सच्चाई में उसका भजन करे। റോമർ 12:1 പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. रोमर 12:1 में भी पौलुस बहुत ही साफ तौर से कहता है, എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ പോരാ, ആരാധനയുടെ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ആരാധിക്കണമെന്ന് പറയുന്നു. और किसी भी तरह आपको आराधना नहीं करना है, उस व्यवस्था के अनुसार आपको आराधना करना है। നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുക. अपने शरीर को जीवित और पवित्र और परमेश्वर का भावता हुआ बलिदान करके आपको चढ़ाना है, ऐसा आराधना करने को पौलुस ने बोला। ജീവിതം എല്ലാ നിലയിലും ദൈവസന്നിധിയിൽ കറക്റ്റ് ആക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നു. हमारे जीवन को हर पहलू में सही करके हमें आराधना करना है। നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയിൽ സൂക്ഷിച്ചുകൊണ്ട് ആരാധിക്കണമെന്ന് പറയുന്നു. हमारे शरीर को पवित्रता में संभालते हुए हमें आराधना करना है। കൊലോസ്യ ലേഖനം 2:12-13 വായിക്കുമ്പോൾ कोलोस्यों की पत्री 2:13-12 जब पढ़ते हैं,
ആമീൻ. അവിടെയും ആരാധനയെ കുറിച്ച് ശ്രേഷ്ഠമായ ഒരു കാര്യം പറയുന്നു. वहां पे भी आराधना के बारे में एक वचन को लिखा है। ആമീൻ. മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിനെ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. और वहां पर ऐसा लिखा है, और उसके साथ बपतिस्मा में गड़े गए और उसी में परमेश्वर की शक्ति पर विश्वास करके जिसने उसको मरे हुए में से जिला उठाया, उसके साथ भी हम जी उठे, उसकी आराधना करना है। എങ്ങനെയെങ്കിലും ഞരങ്ങിയും മൂളിയും അദ്ദേഹത്തെ സ്തുതിക്കുന്ന അനുഭവമല്ല പറയുന്നത്, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കണം. किसी भी तरह उसकी आराधना करने के बारे में नहीं लिखा है, आनंद के साथ उसकी आराधना करने को लिखा है। അതിന്റെ നന്മ എന്താണെന്ന് പറയുമ്പോൾ ആ നിലയിൽ കടന്നുപോയില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് സങ്കീർത്തനം 50 നമ്മൾ കാണുന്നു. और अगर ऐसा हम नहीं करेंगे तो उसके बारे में क्या होने वाला है, वो भजन संहिता 50 में हम देख सकते हैं। ഇങ്ങനെ വായിക്കുന്നു, 23 വായിക്കുന്നു, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തുന്നു, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവനെ ഞാൻ ദൈവത്തിന്റെ രക്ഷയെ കാണിച്ചു കൊടുക്കും. वचन संहिता 50 उसका 23 में लिखा है, धन्यवाद के बलिदान का चढ़ाने वाला मेरी महिमा करता है, और जो अपना चरित्र उत्तम रखता है उसको मैं परमेश्वर का किया हुआ उद्धार दिखाऊंगा। ആ വാക്യം നേരെ തിരിച്ചിട്ട് കൊണ്ട് പറഞ്ഞാൽ, അതിന്റെ കൺസ്ട്രക്ഷൻ വേറെ രീതിയിലാക്കി പറഞ്ഞാൽ, തന്റെ നടപ്പിനെ ക്രമപ്പെടുത്തിക്കൊണ്ട് ആര് സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നുവോ അവരിലൂടെ ദൈവനാമം മഹത്വമെടുക്കുകയും അവരുടെ ജീവിതത്തിൽ തുടർന്നുമുള്ള ആ കാര്യങ്ങളിൽ ദൈവത്തിന്റെ രക്ഷ ദൈവം അവിടുന്ന് ഒരുക്കി കൊടുക്കുകയും ചെയ്യും. थोड़ी अलग रीति से इस आयत को निर्माण करके हम कहे तो कौन अपनी चाल चलन को सुधारेगा और परमेश्वर की आज्ञा के अनुसार चलेगा, वो परमेश्वर का अनुग्रह को पाएगा और उससे परमेश्वर आगे उद्धार में चलाएगा। ജീവിതം ക്രമീകരിച്ചുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹത്താലും നന്ദിയാലും നിറഞ്ഞ് ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവത്തിന് കൊടുക്കുന്ന സ്തുതിയും സ്തോത്രവുമാണ് ആരാധന എന്ന് ചുരുക്കി പറയട്ടെ. हमारे जीवन को सुधार कर सच्चाई से धन्यवाद के साथ हमारे हृदय के भीतर से जो परमेश्वर को देखते हैं वो दंडवत करना और वो आराधना है, ऐसा संक्षेप में कहना चाहूंगा। ഞാൻ വളരെ ബഹുമാനിക്കുന്ന കർത്തദാസൻ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, मैं बहुत ही आदर देने वाले एक प्रभु के दास ने एक बार ऐसा कहा, ആരാധിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ഹൃദയത്തിന്റെ നിലയെ കുറിച്ച് താൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, आराधना करने वाले एक भक्त के हृदय की अवस्था के बारे में जब कहा तो उन्होंने ऐसा कहा, യാഗം അർപ്പിക്കപ്പെടാൻ അബ്രഹാമിനാൽ കാലും കൈയും കെട്ടി യാഗപീഠത്തിന്മേൽ കിടത്തപ്പെട്ട ഇസഹാക്ക്, तो बलि चढ़ाने के लिए अब्राहम पिता ने हाथों को पांवों को बांधकर बलिवेदी पर चढ़ाया हुआ एक इसहाक, കടുക്കുവാനായിട്ട് കൈകളിൽ കത്തിയെടുക്കുമ്പോൾ, अपने गले को काटने के लिए जब उस पिता ने अपने हाथ में वो तलवार लिया, പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ട് जल्दी से स्वर्ग से एक सीधे तरह से वहां पर एक दखल हुआ, അരുത് കുഞ്ഞിന്റെ മേൽ കൈവെക്കല്ലെന്ന് ദൈവം ഇടപെടൽ സംസാരിക്കുന്നു. नहीं नहीं उस बालक के ऊपर हाथ न रखो। പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ചോദ്യം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആ ശബ്ദത്തിലേക്ക് തലയുയർത്തി അബ്രഹാം പിതാവ് നോക്കുമ്പോൾ, आज मुझे क्या करना है, ये सवाल के साथ अब्राहम पिता सिर उठाकर जब स्वर्ग की ओर देखता है उस समय, ആമീൻ, നീ തലവൊക്കി നോക്കുക, ഒരു ആട്ടിൻകുട്ടി കൊമ്പ് കാട്ടിൽ കുരുങ്ങി ഇതാ അപ്പുറത്ത് കിടക്കുന്നു, ആ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് യാഗമർപ്പിക്കുക, കുഞ്ഞിനെ അഴിച്ചു വിടുക എന്ന് പറയുന്നു. तो सर उठा के जब देखा तो वहां पर एक कांटों में एक जो मेमना है या फिर एक बकरी जो है वो अपने सींग से जकड़ी हुई पड़ा है, उसे लेकर आ और उसे तू बेली पर चढ़ा दे और अपने बच्चे को वहां से निकाल। ഈ വിഷയത്തെ കുറിച്ചുള്ള നമ്മുടെ മറ്ററിവുകളെല്ലാം അല്പനേരത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു കാര്യം മാത്രം ഇപ്പോൾ ചില നിമിഷങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. इस विषय के बारे में आपकी और कोई भी जो जानकारी हो वो सबको अलग रखकर अभी जो मैं कहता हूँ उस बारे में हम गौर करेंगे, ध्यान करेंगे। അബ്രഹാം പെട്ടെന്ന് ആദ്യം മകന്റെ കാലിന്റെ കൈയുടെ കെട്ടുകളെ അടിച്ചവനെ സ്വന്തമാക്കിയിട്ട് ഓടിച്ചെന്ന് തലപൊക്കി നോക്കുമ്പോൾ കാണുന്നതായ ആ ആട്ടിൻകുട്ടിയെ കൊമ്പ് കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്ന് അതിന്റെ കാലും കൈയും കെട്ടി അതിന്റെ കഴുത്തറത്തുകൊണ്ട് ആ യാഗപീഠത്തിന്റെ യാഗമാക്കുന്നു.
और वहां पर हम देखते हैं अब्राहम ने तुरंत अपने बेटे के हाथों को पांवों को खोल दिया और वहां पर जाकर उस झाड़ में फंसा हुआ उस भेड़ को लेकर आया और उसको वहां पर हाथ पांव बांधकर फिर बलि पर चढ़ाकर उसका बलि चढ़ाया। അങ്ങനെ ആ ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിക്കുമ്പോൾ ആ യാഗപീഠത്തിൽ നിന്ന് അതിനെ വിടുവിക്കപ്പെട്ടതായ ഇസ്ഹാക്ക് ഈ കാഴ്ച കണ്ടുകൊണ്ട് ആ യാഗപീഠത്തിന്റെ മുമ്പിൽ ആ പിതാവ് ഈ ആട്ടിൻകുട്ടിയെ യാഗം അർപ്പിക്കുമ്പോൾ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഇസ്ഹാക്കിന്റെ ഹൃദയത്തിന്റെ നില ദൈവമക്കളെ ഒന്ന് ഓർത്തു നോക്കുക। तो ये तमाम बातों को अनुभव किया हुआ इसहाक जो ये तमाम बातों को देखता है और जहां से उसे बचाया और पिता जब वहां पर बलि चढ़ाता है उस समय में इसहाक के हृदय की अवस्था को आप लोग पहचानो। അദ്ദേഹം സ്തംഭിച്ച് കൈകൾ കൂപ്പി നിൽക്കുകയാണെന്ന് എനിക്ക് അറിയത്തില്ല, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്ന് എനിക്ക് അറിയത്തില്ല, സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുകയെന്ന് അറിയത്തില്ല, വിങ്ങി വിങ്ങി കരയുകയെന്ന് അറിയത്തില്ല, നൃത്തം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ। उसकी अवस्था क्या होगा मैं नहीं जानता। वो रो रहा है, धन्यवाद कर रहा है, वो आनंदित है या फूट फूट कर रोता है या धन्यवाद देता है या नाच कर प्रभु की बातों को करता है, ये कुछ मैं नहीं जानता। ആമേൻ। ഒന്ന് തന്നെ ഹൃദയത്തിൽ പറയുന്നു, ആമേൻ, ഞാൻ കഴുത്തറക്കപ്പെടേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി വ്യക്തിപരമായി എന്റെ ദൈവം ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിൽക്കുകയാണ്। എന്റെ ദൈവമേ, എനിക്ക് വേണ്ടിയുള്ള വ്യക്തിപരമായ ഇടപെടലിനായി ഞാൻ നന്ദിയുള്ളവനായിരിക്കും। लेकिन एक बात वो कहेगा, जहां पर मुझे कट जाना था, जहां पर मेरी बलि होनी थी, वहां पर स्वर्ग ने दखल दिया और स्वर्ग के दखल के वजह से और स्वर्ग से क्योंकि परमेश्वर वहां पर उस कार्य को लिया, मैं बच गया और मेरे जगह पर एक भेड़ को वहां पर काट लिया गया और आज मैं जो हूँ, अभी मैं जो हूँ, वो स्वर्ग के वजह से और उस अवस्था के वजह से है। ആമേൻ। ദൈവം ആഗ്രഹിക്കുന്ന സകല മത്സരങ്ങളും അവസാനിപ്പിച്ചിട്ട് ഈ ഇസഹാക്കിന്റെ ഹൃദയനിലയോട് ദൈവസന്നിധിയിൽ കർത്തദാസന്മാരുമായിട്ട് നാം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുന്നിടത്തും വ്യക്തിപരമായി നാം ദൈവത്തെ ആരാധിക്കുന്നിടത്തും ഈ ഹൃദയനിലയോടെ ദൈവത്തെ സ്തുതിക്കുന്നവരാകണം। तो परमेश्वर की इच्छा यह है कि हमारे तमाम हठीलापन को छोड़कर, हमारे हर विद्रोह को छोड़कर, जहाँ पर प्रभु के दास लोग मिलकर हम लोग साथ में और हमारी निजी प्रार्थनाओं में इस इसहाक के हृदय की उस अवस्था में हमको आना है जब प्रभु को आराधना करते हैं। അന്നേരം നിങ്ങൾക്ക് കരയാനേ തോന്നുന്നുള്ളെങ്കിൽ കരഞ്ഞുകൊള്ളുക, അന്നേരം നിങ്ങൾക്ക് സ്തംഭിച്ച് നിൽക്കാനേ തോന്നുന്നുള്ളെങ്കിൽ അങ്ങനെ നിന്നുകൊള്ളുക, അന്നേരം നിങ്ങൾക്ക് കൈകൾ അടിച്ച് സ്തുതിക്കാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, ആ കൈകൾ കൂപ്പി നിൽക്കാനാ തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, സ്വോത്രം പറയാനാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക, നൃത്തം ചെയ്യാൻ തോന്നുന്നെങ്കിൽ അങ്ങനെ ചെയ്യുക। ആ ഹൃദയനിലയിൽ നിങ്ങൾക്ക് ദൈവാത്മാവ് എന്ത് ചെയ്യാനായിട്ട് പ്രേരണ ആ നന്ദിയോടെ അത് പ്രകടിപ്പിച്ചുകൊള്ളുക। उस समय में, उस अवस्था में, उस इसहाक के हृदय की अवस्था में जब आप बैठे हो या फिर खड़े हो, उस समय में अगर आपको ताली बजाना है तो ताली बजाओ, आपको चुप रहना है तो चुप रहो, आपको जोर से स्तुति करना है तो स्तुति करो, आपको आराधना करना है तो आराधना कर लो। आपकी अवस्था जो भी हो, परमेश्वर की आत्मा जो प्रेरणा देता है उसको करते हुए धन्यवाद के साथ हमें उसका दंडवत करना है। പറഞ്ഞതിന് സാരം മറ്റൊരാള് നമ്മളെ പ്രഷർ ചെലുത്തുന്നത് കൊണ്ട് നാം ചെയ്യുന്ന ഒന്നായിരിക്കരുത് ആരാധന। अगर संक्षेप में कहूँ तो कोई और हमसे जबरदस्ती जो करवाता है वो नहीं होना हमारी आराधना। സത്യമായിരിക്കുന്ന വചനത്തിന്റെ ഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ദൈവത്തിന് കൊടുക്കുന്ന നന്ദിയുടെയും സ്നേഹത്തിന്റെയും പ്രകടനം। सच्चा वचन के अनुसार हमारी चाल चलन को सुधार के हमारे हृदय और शरीर से जो हम प्रभु को देते हैं वो है आराधना। जो वो प्रेम हम प्रकट करते हैं वो आराधना है। ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുമ്പോൾ പലരുടെ ഉള്ളിൽ നിന്ന് ഈ ആരാധന ഉയരാത്തത് കൊണ്ട് ദൈവം ദുഃഖിക്കുക മാത്രമല്ല, അവർ പല മേഖലകളിലും കഷ്ടതകളിലൂടെ കടന്നു പോവുകയാണ്। परमेश्वर ऐसी आराधना हमसे अपेक्षा करता है, लेकिन ऐसे समय में ऐसा आराधना क्योंकि नहीं होता, इसलिए परमेश्वर को दुख होता है। इतना ही नहीं, ऐसे कई कष्टों के द्वारा वो इन लोगों को बेचता है। ആരാധന ഒരു വിടുതൽ കിട്ടാനല്ല, വിടുതൽ കിട്ടിയതിന്റെ നന്ദിയാണ്। आराधना जो है छुटकारा पाने के लिए नहीं, छुटकारा पाने का एक धन्यवाद है आराधना। അങ്ങനെങ്കിൽ നമ്മുടെ ജീവിതം തുടർന്ന് ധന്യമായി തീരും। ऐसे हम आगे बढ़ते हैं तो आगे भी हमारा जीवन शुभकामनाओं से होगा।
ആമേൻ. ഇവിടെ ഞാൻ നിർത്തട്ടെ. ആമേൻ. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത മീറ്റിംഗ് നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ദൈവമേ സഹായിക്കുമാറാകട്ടെ. यहाँ पर समाप्त करना चाहूंगा। आगे की बातें अगली संगतियों में हम सोचेंगे। प्रभु आप सबको आशीष दे। എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. सबको धन्यवाद अंकित करते हैं।